ഒരു ഡിബേറ്റ് റിയാക്ഷനാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഇസ്രയേൽ പാലസ്തീൻ നീതി ആരുടെ ഭാഗത്ത് എന്നുള്ള ഒരു ഡിബേറ്റ് ആണ്. എസൻസിന്റെ ഒരാളും അതുപോലെ തന്നെ അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റും തമ്മിൽ നടന്നിട്ടുള്ള ഒരു സംവാദമാണ്. അപ്പൊ അതിനോടുള്ള ഒരു അതൊന്ന് അതിന്റെ പ്രധാന ഭാഗങ്ങളൊന്ന് നോക്കി എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ള ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം എനിക്ക് മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ വാട്സപ്പിലൊക്കെ ഈ സർക്കാസം എഴുതി വിടാൻ അതിന് ഉള്ള ആളുകളെ പിടിച്ചിട്ട് ഡിബേറ്റിനൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഒരു നല്ലൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു ഈ ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത്. പിന്നെ കാര്യമായി ഫാക്ട് വെച്ച് സംസാരിക്കാൻ കഴിവില്ലാത്ത ആളുകൾ അത് തന്നെ ഒരു കൃത്യമായി ഫാക്ച്വലി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു ജേർണലിസ്റ്റിന്റെ മുമ്പിൽ പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും അതിനൊക്കെ അപ്പുറത്ത് പൂർണ്ണമായ മനുഷ്യത്വ വിരുദ്ധതയ്ക്ക് വേണ്ടി സംസാരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു സംവാദം എന്നുള്ളത്. മാത്രമല്ല മതം ഉപേക്ഷിച്ച് മനുഷ്യനായാലും എങ്ങനെയാകും പൊതുവെ ഈ ഇത്തരക്കാരായ ആളുകൾ പറയാറുള്ളത് എന്താ വെച്ചാൽ മതം ഉപേക്ഷിച്ചാലാണ് മനുഷ്യത്വം വരിക, മാനവികത വരിക, സഹാനുഭൂതി ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. എന്നിട്ട് പച്ചയായ വംശഹത്യക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുക, അതിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് അത് വളരെ കൃത്യമായി പിടിക്കപ്പെടുന്ന ഒരു സംവാദമായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള സംവാദങ്ങൾക്ക്, നന്നായി പിടിക്കപ്പെടുന്ന അറിയുന്ന സംവാദങ്ങൾക്ക് രവിനെ പോലുള്ള ആളുകൾ എന്തെന്നില്ല എസൻസിൽ പോകില്ല. അതിന് ഇമാതിരിയുള്ള കുറച്ച് ചാവേറുകൾ അയച്ച് അവര് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. രവി വളരെ സേഫ് ആയിട്ടുള്ള കുറച്ച്, ഇപ്പൊ നമ്മളൊക്കെ സംവാദത്തിന് വിളിച്ചിട്ട് രവി വരൂല, വളരെ സേഫ് ആയിട്ടുള്ള കുറച്ച് സംവാദങ്ങൾക്ക് മാത്രമാണ് മൂപ്പര് പോവുക. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോകൾ ഒന്ന് പിന്നെ ഡിബേറ്റിൽ നടന്നിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി സ്ഥിരമായിട്ട് വരുന്ന കുറെ വാദങ്ങളും അത്തരത്തിലുള്ള കുറച്ച് സാധനങ്ങളും കൊണ്ടാണ് ഈ എസൻസിന്റെ പ്രതിനിധി പോയിട്ടുണ്ടായിരുന്നത്. അത് വളരെ കൃത്യമായി പിടിക്കപ്പെടുന്ന ഒന്ന് രണ്ട് സാമ്പിളുകൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമതായി ചരിത്രപരമായി ഈ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രപരമായി വളരെ വ്യക്തമായ നുണകൾ പറയുകയും അത് പിടിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് നമുക്ക് ആദ്യമായി നോക്കാനുള്ളത്. അപ്പൊ ആദ്യം ഓസ്ലോ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നുണയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒപ്പിട്ടിട്ട് പുള്ളി ഇങ്ങോട്ട് മാറി നിന്നിട്ട് പറഞ്ഞു, ഞാൻ മറ്റേ പണിയാണ് കാണിച്ചത്, തക്കിയ. പുള്ളി പറഞ്ഞു, ഹുബൈദിയ കരാറിൽ മുഹമ്മദ് ഒപ്പിട്ടതുപോലെ ഞാനൊരു തട്ടിപ്പാണ് കാണിച്ചത്. എന്നിട്ട് ഈ സമാധാന ശ്രമങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ഇന്തിഫാദ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് മുഴുവൻ അലമ്പാക്കി കളഞ്ഞു. ഇസ്രായേൽ വീണ്ടും സമാധാനത്തിന് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. 2000 അവർ കാം ഡേവിഡ് സമ്മിറ്റ് നടത്തുന്നുണ്ട്. യഹൂദ് ബറാക്കിൻ്റെ പ്രസ്താവനയുണ്ട്, ഞങ്ങൾ പലസ്തീനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. 2000 അപ്പോൾ കൃത്യമായി ഓസ്ലോ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അത് കുളമാക്കിയതാരാണ്? ഫലസ്തീനികളാണ് എന്ന് ഈ സ്ഥിരം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും കൊണ്ട് പോയി. അതിന് നന്നായി എന്താണ് ചരിത്രപരമായി ഫാക്ച്വലി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എന്ത് ചെയ്തു? അഭിലാഷ് അവിടെ പറയുകയും ചെയ്തു. ഹുദൈബിയ സന്ധിയാണ് പറയാൻ ഉദ്ദേശം തോന്നുന്നു, ഹുബൈദിയ എന്ന് പറഞ്ഞത്. അപ്പൊ ഏതായാലും അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ മേഷം ബെഗിൻ, അദ്ദേഹം 1970-കളിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായി. ബോംബ് സ്ഫോടനത്തിന് നേതൃത്വം കൊടുത്ത ആള് പ്രധാനമന്ത്രിയായിട്ടുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ. അപ്പോൾ ആ ഇസ്രായേലിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് തീവ്രവാദമാണ് കേട്ടോ തീവ്രവാദം എന്ന് പറയുന്നത്. ആരാണ് തീവ്രവാദം നടത്താത്തത്? എത്ര വലിയ തീവ്രവാദ കൂട്ടക്കൊലകൾ, എത്ര ജൂയിഷ് മിലീഷ്യകൾ ഉണ്ടായിരുന്നു, ഇർഗൂൻ അടക്കം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ ഓസ്ലോ കരാർ പരാജയപ്പെടുത്തിയെന്ന്. ഓസ്ലോ കരാർ ആര് പരാജയപ്പെടുത്തി? ഓസ്ലോ കരാർ ആരാണ് പരാജയപ്പെടുത്തിയത്? ഓസ്ലോ കരാർ യാസർ അറാഫത്തും ഇത്സാഖ് റാബിനും തമ്മിലാണ് ഒപ്പിടുന്നത്. ഒന്നാം ഓസ്ലോ കരാർ 1993, രണ്ടാം ഓസ്ലോ കരാർ 1995. ആ ഓസ്ലോ കരാർ അനുസരിച്ച് ഇസ്രയേലിന്റെ അസ്തിത്വം പാലസ്തീൻ അംഗീകരിച്ചു, PLO അംഗീകരിച്ചു. പകരം 3 മേഖലകളായി തിരിച്ച് സ്വയം ഭരണം എന്ന ആ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിട്ടുവീഴ്ചകളോടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു പലസ്തീൻ, അന്ന് യാസർ അറാഫത്ത്. അങ്ങനെ ഓസ്ലോ അക്കോർഡ് ഒപ്പിട്ടു. ഓസ്ലോ അക്കോർഡ് പാലസ്തീൻ, ഓസ്ലോ അക്കോർഡ് ഇന്തിഫാദ കൊണ്ടാണോ തകർന്നത്? ഒന്നാം ഇന്തിഫാദ നടക്കുന്നത് ഏത് വർഷമാണ്? 1988-ലാണ്. ഒന്നാം ഓസ്ലോ കരാർ 1993-ലാണ്. രണ്ടാം ഓസ്ലോ കരാർ 1995-ലാണ്. ഓസ്ലോ കരാർ ഒപ്പിട്ട ഇത്സാഖ് റാബിൻ എന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ ജൂത തീവ്രവാദികൾ കൊന്നുകളഞ്ഞു. മഹാത്മാഗാന്ധിയെ ഇന്ത്യയിൽ വധിച്ചതിന് സമാനമായ വിധത്തിൽ ഇത്സാഖ് റാബിൻ എന്ന ആ ഇസ്രായേലി പ്രധാനമന്ത്രിയെ ആ മഷി ഉണങ്ങുന്നതിന് മുൻപ് ജൂത തീവ്രവാദികൾ കൊന്നുകളഞ്ഞത് കൊണ്ടാണ് ഓസ്ലോ കരാർ പരാജയപ്പെട്ടു പോയത്. അല്ലാതെ ഇന്തിഫാദ കൊണ്ടല്ല. അന്ന് ഇന്തിഫാദ ഇല്ല. സെക്കൻഡ് ഇന്തിഫാദ 2000-കളിൽ മാത്രമാണ്. ഓസ്ലോ പീസ് അക്കോർഡ് സമ്പൂർണ്ണമായി തകർന്നതിന് ശേഷം ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് ഒരു തരത്തിലും നടപ്പാക്കാൻ അല്ലെങ്കിൽ അതിന് നിലമൊരുക്കാൻ ബിൽ ക്ലിന്റന് കഴിയാതിരുന്നതിന് ശേഷമാണ് സെക്കൻഡ് ഇന്തിഫാദ തുടരുന്നത്. എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്ത്
രാഷ്ട്രമാണ് എന്ന അംഗീകാരം പോലും ഇല്ലാതെ സ്വയം ഭരണം എന്ന പരിമിതമായ അവകാശത്തിൽ ഒതുങ്ങി സമാധാനത്തിൽ നിലനിന്ന സമയത്ത് അന്ന് ഇസ്ഹാഖ് റാബിൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇനഫ് ഈസ് ഇനഫ്, ഇനഫ് ബ്ലഡ്, ഇനഫ് റൈവൽറി, നമുക്കിത് നിർത്താം എന്ന് പറഞ്ഞ് ഇസ്ഹാഖ് റാബിനും യാസർ അറാഫത്തും ഒരു കരാറിൽ ഒപ്പിട്ട കരാറിന്റെ മഷി ഉണങ്ങുന്നതിന് മുൻപ് ഇസ്ഹാഖ് റാബിനെ കൊന്നു കളഞ്ഞിട്ടാണ് ഓസ്ലോ അക്കാർഡ് പരാജയപ്പെട്ടു പോയത്. ജൂത തീവ്രവാദികളാണ് ഇസ്ഹാഖ് റാബിനെ കൊന്നത്. ഇസ്ഹാഖ് റാബിൻ 1948-ലെയും 1967-ലെയും യുദ്ധവിജയങ്ങളിൽ പ്രധാനമായ പങ്ക് വഹിച്ച ഇസ്രയേലി വ്യക്തിത്വമാണ്. അയാളെ കൊന്നുകളഞ്ഞു. അയാൾക്ക് ശേഷം ഷിമോൺ പെരസ് അല്പകാലം അധികാരത്തിലെത്തി. പിന്നെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ലിക്വിഡ് പാർട്ടി, ഇന്നത്തെ അതേ ബെഞ്ചമിൻ നെതന്യാഹു 1996 അധികാരത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹമാണ് ഈ പറഞ്ഞ എല്ലാ പ്രോമിസുകളിൽ നിന്നും പിന്നോട്ട് പോയി ആ സമാധാന പ്രക്രിയയെ തകിടം മറിച്ച് തകർത്ത് കളഞ്ഞത്. ജൂതർ ഒറ്റയ്ക്കൊരു രാഷ്ട്രമാണ്, അറബികളുമായി കോഎക്സിസ്റ്റ് ചെയ്യില്ല എന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടാണ്. പലസ്തീൻ എന്നൊരു രാഷ്ട്രം ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം. അദ്ദേഹം റിവിഷനിസ്റ്റ് സിയോണിസത്തിൽ നിന്ന് വന്ന ആളാണ്. അങ്ങനെ 95-ൽ ഇസ്ഹാഖ് റാബിനെ കൊന്നുകളഞ്ഞ് 96-ൽ ലിക്വിഡ് പാർട്ടിയുടെ ഒരു തീവ്ര വലതുപക്ഷ ഭരണം ഇസ്രയേലിൽ അധികാരത്തിലെത്തിയത് വഴിയാണ് ഓസ്ലോ സമാധാന പ്രക്രിയ ഇല്ലാതായത്. അത് പലസ്തീൻകാരുടെ ഒരാളുടെയും ഒരു കുഴപ്പം കൊണ്ടുമല്ല. ഇസ്രയേലി തീവ്രവാദികളാണ് ഈ സ്വന്തം പ്രധാനമന്ത്രിയായിരുന്ന ആളെ കൊന്നുകളഞ്ഞ് ആ സമാധാന പ്രക്രിയയെ അമ്പേ തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് വർത്തമാനവും ചരിത്രവും തെറ്റായി പറഞ്ഞാൽ വസ്തുത അല്ലാതാവുന്നില്ല. നിസ്സാരമായി ഈ ഇരിക്കുന്ന ആളുകൾക്ക് ഗൂഗിളിൽ പോട്ടെ, നിങ്ങൾ ട്വിറ്ററിന്റെ എക്സിന്റെ ഗ്രോക്ക് AI എടുക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. AI പറയും സത്യം, ടോമി പറയാത്ത സത്യങ്ങൾ. മൊത്തത്തില് നമ്മൾ പൊതുവെ പറയാറുണ്ട്, മറ്റേ നമ്മുടെ സ്വയം പ്രഖ്യാപിക്കുന്നതിനും എല്ലായിടത്തും ഈ AI വന്നതോടുകൂടി ഒരു സ്ഥലത്ത് ഇവർക്കൊരു സ്വസ്ഥത ഇല്ലാത്തൊരവസ്ഥയാണ്. മറ്റേ രാഹുൽ ഈശ്വറുമായിട്ടുള്ള സംഭവത്തിലും AI പണിയെടുത്തു, ഇവിടെയും ജസ്റ്റ് AI ഗ്രോക്കിനോട് ചോദിച്ചാൽ പോലെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതില് ശരിക്കും മനസ്സിലാക്കണം, അതായത് ഇവരിങ്ങനെ പറഞ്ഞു പോകുന്ന നുണകൾ എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് മൂപ്പര് പറഞ്ഞത്. ഓസ്ലോ അക്കാർഡൊക്കെ അതൊക്കെ പിന്നെ യാസർ അറാഫത്തും അതുപോലെ തന്നെ ഫലസ്തീനുകളും കളഞ്ഞു. എന്നാൽ കൃത്യമായി ചരിത്രം അവിടെ പറയാണ്, പിന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ, അത് ഒപ്പിട്ട പ്രധാനമന്ത്രിയെ വധിച്ചിട്ടുള്ള, അങ്ങനെ ആ ഓസ്ലോ അക്കോർഡിനെ തകർത്ത് കളഞ്ഞിട്ടുള്ളത് ഇസ്രായേലികളാണ്, അതായത് സയനിസ്റ്റുകളാണ് എന്നുള്ള ചരിത്രം അവിടെ പറയാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് സാമ്പിളുകളാണിത്. ഇങ്ങനെയുള്ള പച്ച നുണകൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ പരക്കുന്ന നുണകളാണ് ഇതൊക്കെ. പിന്നെ 2 സ്റ്റേറ്റ് തിയറി വന്നപ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഫലസ്തീനികളാണ് അത് ഇല്ലാതാക്കിയത് എന്നൊക്കെയുള്ള പച്ച നുണകൾ ഇങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നത് അതേപോലെ പറയാൻ നോക്കിയതാണ്, അത് പിടിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയേണ്ടത്, അതായത് ഫലസ്തീനികളുടെ ഒരു വിട്ടുവീഴ്ച. കാരണം ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമി അന്യായമായി കയ്യേറിയ ഒരു എൻറ്റിറ്റിക്ക്, ഒരു അസ്തിത്വത്തിന് അത് വകവെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. ഇപ്പൊ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പോലും അനീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാൻ ഫലസ്തീനുകൾക്ക് അവകാശമുണ്ട്. മാനുഷികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ടോമിന്റെ ആ വർഗീയമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഉണ്ടാവില്ല, പക്ഷെ മാനുഷികമായി നോക്കുകയാണെങ്കിൽ അത് ഉണ്ടാവും. പക്ഷെ ആ അവകാശം പോലും അവർ സമാധാനം നിലനിൽക്കണം, ഇനിയൊരു രക്തം ചിന്തൽ ഉണ്ടാകരുത് എന്ന ഒരു സതുദ്ദേശം കാരണം അവർ ഈ ഓസ്ലോ കരാറിൽ ഒപ്പിടുന്ന ഒരു വിട്ടുവീഴ്ചയെ കുറിച്ച് അവിടെ പ്രത്യേകം പരാമർശം, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ ഇങ്ങനെയുള്ള ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ പിന്നെ ഉള്ളത് ഇവരുടെ സ്ഥിരം സാധനമാണ് ഈ 1967 ഒക്കെയുള്ള യുദ്ധങ്ങൾ. അത് അറബ് രാജ്യങ്ങൾ മുഴുവനായിട്ട് എന്ത് ചെയ്യാണ്, ഇസ്രായേലിനെ അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ് എന്ന ഒരു നെറേറ്റീവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും അതേപോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടി അതേപോലെ പറയാൻ ശ്രമിച്ചു. അപ്പൊ സംഭവിച്ചത് എന്താന്നുള്ളതാണ് ഇനി അടുത്തായിട്ട് നോക്കുന്നത്. എസൻസിന്റെ ആളത് പറയട്ടെ. ത്തോളം പലസ്തീനെ ഉണ്ടാക്കുന്നതിനേക്കാൾ അവർക്ക് ജൂതരാഷ്ട്രത്തെ ഇല്ലാതെ ആക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാനിങ് തുടങ്ങിയിരുന്നു. 45-ൽ അറബ് ലീഗ് ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയിട്ടാണ്. അതറിഞ്ഞ ഇവർ സമാധാന ചർച്ചയ്ക്കൊക്കെ പോകുന്നുണ്ട്. അവർ ഡിപ്ലോമാറ്റിക്കായിട്ടും പലതരത്തിൽ ചർച്ച പോകുന്നുണ്ട്. ഗോൾഡ മേയറൊക്കെയാണ് അബ്ദുള്ള രാജാവിൻ്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയും ഒന്ന് ജീവിച്ചോട്ടെ, ഉപദ്രവിക്കരുതെന്ന് പറയുമ്പം സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെയാണ് 48-ലെ യുദ്ധമുണ്ടാകുന്നത്. 5 അറബ് രാജ്യങ്ങൾ, ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനോൻ, ഇറാഖ്, 5 രാജ്യങ്ങൾ ഇന്നലെ പിറന്നു വീണ ഒരു രാജ്യത്തെ ആക്രമിക്കാനായിട്ട് വരുന്നു. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം 2000 വർഷങ്ങളായി നടന്നിരുന്ന പീഡനം ഒന്ന് അവസാനിക്കും എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് അവർക്കെതിരെ ഈ യുദ്ധമായിട്ട് വരുന്നത്. ഒരു ശക്തമായിട്ട് തിരിച്ചടിച്ചു. അവരുടെ ജനസംഖ്യയിൽ 1% ആളുകളാണെന്ന് കൊല്ലപ്പെട്ടത്. പക്ഷേ ഇതിനിടയ്ക്ക് ഇത് പെട്ടുപോയ ആളുകളായിരുന്നു പലസ്തീനി അറബികൾ. അപ്പൊ ഇത് സ്ഥിരം പിന്നെ ഒരു നെറേറ്റീവാണ്. അറബികൾ
ഇവരാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഇവർ തന്നെ സ്ഥിരമായിട്ടൊരു മാപ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പുറത്ത് മൊത്തം അറബികൾ, ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യം, എന്നിട്ട് അവരിങ്ങനെ ആക്രമിക്കുക, ഇസ്രായേൽ ഇങ്ങനെ സ്വയം പ്രതിരോധത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുക. ഈ ഒരു നറേറ്റീവ് വാട്സപ്പിൽ സ്ഥിരമായിട്ട് ഓടുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി നറേറ്റീവാണ്. അത് അതേപോലെ വന്ന് ഛർദ്ദിച്ചു, കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു. അത് ആ ഭാഗത്തിലേക്കാണ് നമ്മൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞത്. 1967 ഇസ്രായേലിനെ ആക്രമിച്ചത്രേ. ആര് ഇസ്രായേലിനെ ആക്രമിച്ചു? 1967 എന്താ സംഭവിച്ചത്? 1967 ഈ കോൾഡ് വാർ ശത്രുക്കളായിരുന്ന ജോർദാനും ഈജിപ്തും ഒരു കരാറിൽ ഒപ്പിട്ടപ്പോൾ ഇസ്രായേൽ അങ്ങോട്ടാണ് സിക്സ് ഡേയ്സ് വാർ തുടങ്ങിയത്. ഇസ്രായേലാണ്. ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. ഇസ്രായേൽ അങ്ങോട്ടാണ് ആക്രമിച്ചത്. 1956 ഗമാൽ അബ്ദുൽ നാസർ സൂയസ് കനാൽ ദേശസാൽക്കരിച്ചു. അപ്പൊ ഈ ഇസ്രായേൽ അങ്ങോട്ട് പോയി ആക്രമിച്ചതാണ്, ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചതല്ല. ഇസ്രായേൽ അങ്ങോട്ട് പോയി ആരെയും ആക്രമിക്കാത്ത ഒരു പാവം രാജ്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വേർഡ് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ കിട്ടില്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ. എത്രയെത്ര വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. അതിലൊന്നും എനിക്ക് പരാതിയില്ല കേട്ടോ. അതൊക്കെ ചരിത്രത്തിൽ കുറച്ചു കാലം മുമ്പ് നടന്ന കാര്യമല്ലേ. ഇപ്പോ നമ്മുടെ കൺമുമ്പിൽ നിങ്ങളൊരു ടെലിവിഷൻ ചാനൽ വെച്ച് നോക്കൂ. നിങ്ങൾ കാണുന്ന ടെലിവിഷനിൽ BBC ഒന്ന് വെച്ച് നോക്കൂ. BBC തുറന്നാൽ അല്ലെങ്കിൽ അൽ ജസീറ തുറന്നാൽ നമ്മുടെ കൺമുമ്പിൽ കാണാം കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് പെടഞ്ഞ് മരിക്കുന്നത്. അപ്പോൾ അതില്ല എന്ന് വാദിക്കുന്ന ടോമി ഈ 40-40 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾ സത്യമാണെന്ന് പറയുന്നത് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അതെൻ്റെ സുഹൃത്തൊക്കെയാണ്. പക്ഷേ കൺമുമ്പിൽ കാണുന്ന കാര്യം കള്ളമാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരാൾ ചരിത്രത്തിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ സമ്മതിക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പോ കൺമുന്നിൽ നടക്കുന്ന വംശഹത്യ പിന്നെ ആണ് നിഷേധിക്കുന്നത്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഫാക്റ്റുകൾ കൊണ്ട് തകരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ അഭിലാഷ് ഒരു ജേർണലിസ്റ്റും കൂടി ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഫാക്ച്വലി ആണ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ജേർണലിസ്റ്റും കൂടി ആയതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞൊരു കാര്യമായിരുന്നു, 200ഓളം ജേർണലിസ്റ്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ഈ ഒക്ടോബർ 7 ശേഷമുള്ള ഈ 2 വർഷത്തിനുള്ളിൽ ഗാസയിൽ മാത്രമായി കൊണ്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കാര്യം അഭിലാഷ് പറയുന്നു. അതിനുള്ള മറുപടി വളരെ രസകരമായ ഒരു കാര്യമാണ്. കാരണം 200ഓളം ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അഭിലാഷ് പിന്നെ ഈ എസൻസിന്റെ ആള് വാട്സപ്പ് യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ എനിക്ക് 6 ആളെ കാണുന്നുള്ളൂ, ഈ 200 ഒന്നും കാണുന്നില്ല. മൂപ്പര വാട്സപ്പിൽ ആകെ 6 ആളുകൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അത് പറയുന്നത് കേട്ടുള്ളൂ. ഈ CNN, വാഷിംഗ്ടൺ പോസ്റ്റ് അങ്ങനെയുള്ളവരുടെ റിപ്പോർട്ടർമാരാണ്. അവിടെ റിപ്പോർട്ടർമാരായാലും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു 200-ലധികം മാധ്യമപ്രവർത്തകരെ അവർ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞു. ഇത് എവിടുന്നാണ് ഈ കണക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് 6 പേരേ ഉള്ളൂ. അവരുടെ പേരും കൂടെ വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരു സെക്കൻഡ്. അവർ കൊന്നു കളഞ്ഞിരിക്കുന്ന 6 ഇതാണ്. അവർ ഹമാസുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഇതുണ്ട്. ഇനിയിപ്പം വിട്ടുവീഴ്ചകളോടെ വേഗം ഹമാസ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല. 6 ആള് കൊല്ലപ്പെട്ടിട്ടുള്ളൂ, 200 ഒന്നും ഇല്ല. അപ്പൊ അത് പിന്നെ വാട്സപ്പിൽ നോക്കിയിട്ട് 6 ആണേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള മറുപടി കൃത്യമായി ഫാക്ച്വലി എന്താണ് അവസ്ഥ എന്നുള്ളത് അഭിലാഷ് പറയട്ടെ. സ്ട്രോമാൻ എന്നുള്ളത് എസൻസിന്റെ ഡിക്ഷണറിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണെന്ന് തോന്നുന്നു. ആരാണ് സ്ട്രോമാൻ പറയുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും അപ്ലോഡ് ചെയ്യും എന്ന് അതിനപ്പുറത്ത് കേൾക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. അദ്ദേഹം ചോദിച്ച ചോദ്യം 200 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്ന കണക്ക് എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ദ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് CPJ, ദ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് IFJ, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് RSF, 3 സംഘടനകളുടെ ഈ മേഖലയിലെ മാധ്യമ പ്രവർത്തന രംഗത്തെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഘടനകളുടെ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം. പിന്നെ കഴിഞ്ഞ ഊഴത്തിൽ ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ധരിക്കുന്നത് യുണിസെഫിനെ, WHO-യെ, UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയെ തുടങ്ങിയവയാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് UN ഈ കണക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. പോട്ടെ, ഇദ്ദേഹത്തിന് ഈ കണക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? UN ഏജൻസികൾക്ക്, APക്ക്, AFPക്ക്, BBC-ക്ക് കിട്ടുന്ന ഡാറ്റയെ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അദ്ദേഹത്തിന്റെ വാട്സാപ്പിൽ 6 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടതേ ഉള്ളൂ. അതുകൊണ്ട് 6 പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഉദ്ധരിച്ചു ഏത് സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞ ഞാൻ ന്യൂയോർക്ക് ടൈംസ് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ പേരേ ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടില്ല. ഞാൻ 2 ഊഴത്തിൽ റിപ്പീറ്റഡായി പറഞ്ഞു ഞാൻ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെ BBC-യെ ആണ് ഉദ്ധരിച്ചത് എന്ന്. ബാക്കി ഒക്കെ മുൻ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ കാര്യങ്ങളിലുണ്ട്. അപ്പോൾ സ്ട്രോമാൻ ഏതാണ്, ഫാക്റ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ ക്രെഡിബിലിറ്റിയും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ കണക്കും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് മനസ്സിലാവുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ടൂൾ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന വളരെ സാമാന്യമായ വളരെ ലളിതമായിട്ടുള്ള കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ വീണ്ടും AI-യും ഗൂഗിളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ നിലക്ക് ആണ് ഇവരുടെ ഒരു ഫാക്ട് പറയൽ പോകുന്നത്. അപ്പോൾ അഭിലാഷ് പറഞ്ഞ ഈ കാര്യങ്ങള് അതിനെവിടെയാണ് തെളിവ് എന്നൊക്കെ ചോദിച്ചു, തെളിവ് കൊടുക്കുകയും ചെയ്തു. കൃത്യമായി ഏറ്റവും ആധികാരികമായിട്ടുള്ള സോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് അഭിലാഷ് ഉദ്ധരിക്കുന്നത്. തിരിച്ച് അഭിലാഷ് ഒരു ചോദ്യം ചോദിച്ചു, ശരി ഞാൻ പറയുന്നത് ഇങ്ങനെ UN പറഞ്ഞൊന്നും എടുക്കൂല, AP പറഞ്ഞു എടുക്കൂല, ഒന്നും എടുക്കൂല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കണക്കുകൾ അത് എവിടുന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് എവിടുന്നാണെന്ന് ചോദിച്ചു. അപ്പം വളരെ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എസൻസുകാരൻ, ഈ തെളിവുകൾ നയിക്കട്ടെ എന്നാണല്ലോ, ആ തെളിവുകളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയും. മാത്രമല്ല ഈ ഇവരുടെ ഈ ഇസ്രായേൽ അനുകൂല ലോബിയുടെ ടോമിനെ പോലത്തെ ആളുകൾക്കൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാഖ്യാന ഫാക്ടറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹമാസാണ്. കാരണം എന്ത് പറഞ്ഞാലും ഒരു ഇസ്രായേൽ ഒരു കുട്ടീനെ വെടി വെച്ചെന്ന് പറഞ്ഞാലും അത് ഹമാസാണ്. ഇവിടെ ജേർണലിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു, അതിലും അത് ഹമാസാണ്. അതിന് തെളിവൊന്നും ഉണ്ടാവില്ല, അതിന് ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. ആരും പിന്നെ IDF പറഞ്ഞോ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രൊപ്പഗണ്ട പറഞ്ഞു എന്നുള്ളത് മതി. ഇവിടെ പിന്നെ അഭിലാഷ് പ്രത്യേകം പറയുന്നത് ഇത് BBC-ന്റെ ഇതാണ് ഞാൻ പറയുന്നത്. കാരണം BBC എപ്പോഴും ഇസ്രായേലിനോട് അനുഭാവം വെച്ച് കൊടുക്കുന്ന രൂപത്തിലാണ് ഞാൻ അവതരിപ്പിക്കാറ്. താങ്ക് യു അഭിലാഷ്. അഭിലാഷ് ആദ്യം ചോദിച്ചത് എനിക്ക് എവിടുന്നാണ് ഡേറ്റ കിട്ടുന്നതെന്ന് ചോദിച്ചു. ഞാനിവിടെ ഒരു ഡേറ്റയും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ തെറ്റാണ് എന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഡേറ്റ ഹമാസ് കൊടുക്കുന്നതാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ പ്രത്യേകിച്ച് ഒരു ഡേറ്റയും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയും അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വർത്താനാണ്. എനിക്ക് തോന്നുന്നത് ഈ സംസാരത്തിൽ ഏറ്റവും സത്യസന്ധമായിട്ട് പറഞ്ഞ വർത്താനം ഇതാണ്. ഞാൻ ഒരു ഡാറ്റയും പറഞ്ഞിട്ടില്ല, തെളിവുകൾ നയിക്കട്ടെ എന്നൊക്കെയാണ് പറയാ, പക്ഷെ ഒരു ഡാറ്റയും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഡാറ്റ ഇല്ല, അത് തെളിവില്ല, അത് വെറും വാട്സപ്പിൽ നോക്കിയിട്ട് 6 ആളെ മരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ആളെ മരിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു സംസാരമാണ്. അത്തരത്തിൽ ഇങ്ങനെ ഈ കാര്യം കൊണ്ട് സംവാദത്തിന് പോയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതാണ്. അവിടെയാണ് ഈ അഭിലാഷ് വളരെ കൃത്യമായി കൊണ്ട് തന്നെ എന്താണ് ഇവിടെയുള്ള നീതി, ഇവിടെ ടോപ്പിക് തന്നെ ഇസ്രായേൽ ഫലസ്തീൻ നീതി ആരുടെ ഭാഗത്തു നിന്നാണ് അഭിലാഷ് തുടങ്ങുന്ന തന്നെ, സംസാരം തുടങ്ങുന്ന തന്നെ, സംവാദം തുടങ്ങുന്ന തന്നെ ഈ നീതി ആരുടെ ഭാഗത്ത് എന്നുള്ള ചോദ്യത്തിൽ തന്നെ നീതി കേടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ഭാഗം, അത്തരം ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഭാഗം വളരെ പ്രസക്തമായ കാര്യമാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് തുടക്കത്തിൽ, സംവാദത്തിന്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഈ ഒരു സബ്ജക്റ്റിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ആ ഭാഗം നമുക്കൊന്ന് കാണാം. ഇസ്രായേൽ പലസ്തീൻ നീതി ആരുടെ ഭാഗത്ത് എന്ന ചോദ്യത്തിന് തന്നെ ഒരു അനീതി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോളോകോസ്റ്റിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നിസ്സഹായരായ മനുഷ്യരെ പട്ടിണിക്കിട്ടും ബോംബിട്ടും കൊന്നുകളയുന്ന ഒരു നാരകീയമായ വംശഹത്യ നടത്തുന്ന ആളുകളുടെ ഭാഗത്ത് എങ്ങനെയാണ് നീതി ഉണ്ടാവുക? ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ 21 മാസം കൊണ്ട് 60,000 മനുഷ്യരാണ് ഗാസ എന്ന് പറയുന്ന 365 സ്ക്വയർ കിലോമീറ്റർ മാത്രം വരുന്ന പ്രദേശത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് റിക്കവർ ചെയ്ത ഡെഡ് ബോഡികളുടെ കണക്കാണ്. അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ മാധ്യമം എക്കണോമിസ്റ്റ് പറയുന്നത് ഇതിനേക്കാൾ ഏറെ മനുഷ്യർ അവിടെ മരിച്ചിട്ടുണ്ട്, ആ മൃതദേഹങ്ങൾ ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കുകയാണ് എന്ന്. കഴിഞ്ഞ ദിവസത്തെ വാഷിങ്ടൺ പോസ്റ്റ് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. 18,500 കുഞ്ഞുങ്ങളാണ് 18,500 കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ 21 മാസത്തിനിടെ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 18,500 കുഞ്ഞുങ്ങളെ ബോംബിട്ടും പട്ടിണിക്കിട്ടും കൊന്ന ഒരു രാഷ്ട്രത്തിന്റെ കൂടെ നീതി ഉണ്ടാവുമോ? ഈ 18,500 കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിൽ 936 കുഞ്ഞുങ്ങൾ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുൻപ്, നടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ കിടക്കറയിൽ വെച്ച്, അല്ലെങ്കിൽ അവർ കളിക്കുന്ന മുറ്റത്ത് വെച്ച്, ഒരുപക്ഷെ മാതാപിതാക്കളുടെ കയ്യിലിരിക്കുമ്പോൾ ഒന്നും അറിയാതെ കൊല്ലപ്പെട്ടു പോയ കുഞ്ഞുങ്ങളാണ്. പാൽമണം മാറുന്ന പ്രായത്തിന് മുമ്പ് കുഞ്ഞുങ്ങളെ ഇത്തരുണത്തിൽ കൊന്നുകളയുന്ന ഒരു രാഷ്ട്രത്തിനൊപ്പം നീതി ഉണ്ടാകുമോ? അത് നീതിയുടെ ഏത് അളവുകോൽ വെച്ച് അളക്കുമ്പോഴാണ് നമുക്കത് പറയാൻ കഴിയുക? ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ വെസ്റ്റേൺ മീഡിയയെ മാത്രമേ കോട്ട് ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് ആണ് ഉദ്ധരിച്ചത്. വാഷിങ്ടൺ പോസ്റ്റ് ആവട്ടെ, BBC ആവട്ടെ, ഗാർഡിയൻ ആവട്ടെ, AP ആകട്ടെ, AFP ആകട്ടെ, റോയിട്ടേഴ്സ് ആവട്ടെ, ലോകത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. BBC-യിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുഞ്ഞിൻ്റെ പടമുണ്ട്. മുഹമ്മദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി അമ്മയുടെ തോളിൽ കിടക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ
ഒരു എക്സ്റേ ഷീറ്റിലേക്ക് നോക്കുന്നത് പോലെയാണ്. എല്ലുകൾ എണ്ണി 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 ഇടുക. ആ കുഞ്ഞ് ധരിച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഒരു പ്ലാസ്റ്റിക് കവറിൽ കുഞ്ഞുങ്ങളെ, എല്ലും തോലുമായ കുഞ്ഞുങ്ങളെ മാറോടടുപ്പിച്ച് നിൽക്കേണ്ടി വരുന്ന അമ്മമാരുടെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കൂ. യുദ്ധത്തിന് നീതിയുണ്ട് എന്ന് പറയുമ്പോൾ ജനീവ കൺവെൻഷൻ അനുസരിച്ച് ഏത് യുദ്ധത്തിലും കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ആ ജനീവ കൺവെൻഷൻ ലംഘിച്ചുകൊണ്ടാണ് നാരകീയമായ ആക്രമണം ഇസ്രായേൽ അവിടെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. എയ്ഡ് സെന്ററുകളിൽ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എയർ ഡ്രോപ്പ് ചെയ്യുന്ന ഭക്ഷണം കടലിൽ പോയി വീഴുമ്പോൾ ഓടിപ്പോയി എടുക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി മണിക്കൂറുകളോളം വരി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും വലിയവരെയും നമ്മൾ കാണുന്നുണ്ട്. ഒരു പോപ്പുലേഷനെ ആകെ പട്ടിണിക്കിടുകയാണ്. അങ്ങനെ ദിവസങ്ങൾ നിങ്ങൾക്ക് നോക്കൂ. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മാത്രം കുഞ്ഞുങ്ങളല്ല എന്ന് ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ ഏതു കുഞ്ഞും നമ്മുടെ കുഞ്ഞുമാകും. സ്വന്തം കുഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം കുഞ്ഞ് ഒരു ദിവസം പട്ടിണിയിരിക്കുന്നത്, ഒരു നേരം പട്ടിണിയിരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കുമോ? ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്ന എയ്ഡ് ഇസ്രായേൽ ഏകപക്ഷീയമായി തടഞ്ഞത് മുതൽ ഗാസയിലെ കുഞ്ഞുങ്ങൾ മുഴുവനായും പട്ടിണി കിടക്കുകയാണ്. ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശം ഓരോ മണിക്കൂറിലും ഓരോ കുഞ്ഞുങ്ങൾ വീതം കൊല്ലപ്പെടുന്ന പ്രദേശമാണ്. യുണിസെഫ് ആണ് പറയുന്നത്. ഒരു മണിക്കൂറിൽ ഒരു കുട്ടി വെച്ച് ഒരു ദിവസം ഒരു ക്ലാസ് റൂമിൽ കൊള്ളാവുന്ന കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ്. ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ 4500-ലധികം പേർ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് എന്നോർക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമായി ഗാസ മാറിയിരിക്കുന്നു. അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമാക്കി ഗാസയെ മാറ്റിയ ഇസ്രായേലിന്റെ പക്ഷത്ത് എന്ത് നീതിയാണുള്ളത്? ഏത് നീതിയുടെ അളവുകോൽ വെച്ച് നിങ്ങൾ ആ നീതി പറയും? വിശന്നു വലഞ്ഞ് കല്ലുകൾ വയറിനോട് ചേർത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഗാസയിൽ നിന്ന്. ആ ദിവസങ്ങളോളമുള്ള ആ പട്ടിണി സഹിക്കാതെ ക്യൂവിൽ വെയിലത്ത് കരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ നീതിയുടെ ഏത് അളവുകോൽ വെച്ച് അളക്കും? ഇത്രയും വലിയ മനുഷ്യത്വ വിരുദ്ധത ലോകത്ത് ഏതെങ്കിലും യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഇത് ഈ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് സംസാരം പോകുന്നത്. വളരെ കൃത്യമായി നീതി ആരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം തന്നെ പ്രസക്തമാണ്. കാരണം ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നീതി എന്നുള്ളത് ഏത് അളവ് പോലും വെച്ചിട്ട് ആണ് ഇസ്രായേലിനെ ന്യായീകരിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യം വളരെ കൃത്യമായി ഫ്രെയിം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിന് ടോമിയുടെ മറുപടി, എസൻസിന്റെ പ്രതിനിധിയുടെ മറുപടി എന്ന് വെച്ചാൽ, സ്ഥിരം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു കഥ ഉണ്ടല്ലോ, മറ്റേ ജൂതന്മാരുടെ എല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആരും നിഷേധിക്കാത്തൊരു കാര്യമാണ്. ജൂതന്മാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ എംപയറുകൾക്ക് കീഴിൽ അവര് പിന്നെ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ആ ഒരു കാര്യമാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഏത് ഡിബേറ്റിൽ ഫലസ്തീൻ ഇസ്രായേൽ ആരുടെ ഭാഗത്താണ് നീതി എന്നുള്ളത് ആ ഒരു അപ്പൊ അത് അദ്ദേഹം പറയുന്നത് ഭാഗം നമുക്ക് കേൾക്കാം. നമ്മുടെ വിഷയം ഇസ്രായേൽ പലസ്തീൻ നീതി ആരുടെ ഭാഗത്ത് എന്നുള്ളതാണ്. നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം വളരെ പ്രസക്തമാണ്. ലോക ചരിത്രത്തിൽ ജൂതന്മാരെ പോലെ ഇത്രയധികം ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങി അതിജീവിച്ച മറ്റൊരു സമൂഹം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അസീറിയക്കാർ, ബാബിലോണിയക്കാർ, മാസിഡോണിയക്കാർ, അങ്ങനെ റോമക്കാരുടെ കാലം എത്തിയപ്പോൾ അവർ അതിജീവിച്ചിരുന്ന പ്രദേശത്തു തന്നെ അവരെ ഓടിച്ചു വിട്ടു. അവർ ചെന്നെത്തിയ എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ക്രൂരപീഡനങ്ങളാണ് നേരിടേണ്ടി വന്നത്. ക്രിസ്തുവിൻ്റെ ഘാതകർ എന്ന് പറഞ്ഞുകൊണ്ട് ലോകമെങ്ങും അവരെ ആട്ടി ഓടിച്ചു. കുരിശുദ്ധങ്ങളുടെ കാലത്ത് സമാനതകളില്ലാത്ത പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നു പോകേണ്ടി വന്നത്. യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ഇവർക്ക് കുടിവെള്ളത്തിൽ എന്തോ കലർത്തി ഉണ്ടാക്കുന്ന അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാരെ എങ്ങും വേട്ടയാടി. ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതില് വളരെ ബോധപൂർവമാണോ എന്നറിയില്ല, എല്ലാ വാട്സപ്പിൽ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, മിസ്സായി പോകുന്നത് ഇസ്ലാമിക് സിവിലൈസേഷൻ അവിടെ വന്നിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ പിന്നെ കുരിശുദ്ധത്തിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക് സിവിലൈസേഷൻ അവിടെ ഒക്കെ ഉണ്ട്. സിറിയയിലും അതുപോലെ തന്നെ ഫലസ്തീൻ ഭാഗത്തും എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുമ്പോഴുണ്ട്. അവിടെ ഇസ്ലാമിക് സിവിലൈസേഷനിൽ എന്ത് സംഭവിച്ചു? ബാക്കി എല്ലായിടത്തും ജൂതന്മാർ പീഡിപ്പിക്കപ്പെടുന്ന പറയുമ്പോൾ മുസ്ലിംകൾക്ക് കീഴിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത്. എവിടെയാണ് ജൂതന്മാർ സുരക്ഷിതമായി ജീവിച്ചത്? അത്
ചരിത്രത്തിൽ വളരെ കൃത്യമായി കൊണ്ട് ജൂതന്മാരെ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് എവിടെയാണ് നിന്നത്, എവിടെയാണ്. പിന്നെ മാത്രമല്ല ജൂത റബ്ബിമാര് പുറത്തേക്ക് എഴുതുന്നുണ്ട്, പിന്നെ പുറത്തുള്ള ജൂതന്മാരോട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ, അതായത് ഇസ്ലാമിക് ഖിലാഫത്തിന് കീഴിലേക്ക് വന്നോളൂ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും എന്ന് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുള്ള ജൂതന്മാർ ഇങ്ങോട്ടേക്ക് വിളിക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടായിരിക്കുക, ആ കാര്യം മാത്രം മിസ്സാക്കിയിട്ട് പറയണ എല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്, എല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവിനെ കൊന്നവർ എന്ന നിലക്ക് ക്രൈസ്തവർ വലിയ രൂപത്തിൽ വേട്ടയാടിയിട്ടുണ്ട്, ഒക്കെ ശരിയാണ്, അത് ഇല്ലാത്ത കാര്യമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ബോധപൂർവം വിഴുങ്ങുകയാണ്, ആ വിഴുങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് സംസാരിക്കുന്നത്. 15 നൂറ്റാണ്ടുകളായപ്പോൾ ബ്രിട്ടനിലും പാരീസിലും ഒക്കെ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ 95% ആളുകളും ഇല്ലാതായി കഴിഞ്ഞിരുന്നു. അന്ന് യഹൂദന്മാർക്ക് ഗെറ്റോകളിൽ മാത്രമേ താമസിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. നാട്ടിലെവിടെയെങ്കിലും ഒരു മോഷണമോ പിടിച്ചുപറിയോ കൊലപാതകം ഉണ്ടായാൽ ജൂതനെയൊക്കെ പിടിച്ചു കെട്ടിയിട്ട് അടിക്കുക എന്ന് പറയുന്നത് ഒരു നാട്ടാചാരമായി തുടർന്നുകൊണ്ടിരുന്നു. ഇനി ഏതെങ്കിലും ഒരു കേസുമായിട്ട് ഒരു കോടതിയിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരാൾ ജൂതനാണ് എന്നറിഞ്ഞാൽ പിന്നെ വിചാരണയില്ല, അപ്പോൾ തന്നെ ശിക്ഷ വിധിക്കുക എന്നായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജൂതവിരോധത്തിൻ്റെ ആഴമറിയാൻ നമ്മൾ നമ്മുടെ വിശ്വസാഹിത്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നാടകത്തിൽ അതിൽ പറയുന്നത് മനുഷ്യൻ്റെ മാറിൽ നിന്നും പച്ചയ്ക്ക് മാംസം ചീന്തിയെടുക്കുന്ന ദുഷ്ടന്മാരായിട്ടാണ് ജൂതന്മാരെ ചിത്രീകരിച്ചിരുന്നത്. ഇനി എന്താ റെഫറൻസ് എന്തുണ്ടോ ഇദ്ദേഹത്തിന്റെ നാടകത്തിൽ, ഇദ്ദേഹം തെളിവുകൾ നയിക്കുന്ന ആളുകള് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുക? സംഗതി ഫിക്ഷൻ ആയിരിക്കാം, നാടകമായിരിക്കാം, പക്ഷെ അതെങ്കിലും ഒന്ന് പറയണ്ടേ അത് എന്താ റെഫറൻസ് എന്നുള്ളത്. മറ്റേ ഡാറ്റ ഏതായാലും ഇല്ല, ഒന്ന് ഫിക്ഷൻ എന്തെങ്കിലും. രവിചന്ദ്രൻ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഫിക്ഷനിൽ കൂടുതൽ അഗാധത ഉള്ളവർക്കാണ് പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലെത്തിയപ്പോൾ അവർ ആദ്യം ചെയ്തത് അതുവരെ അവരെ സഹായിച്ചുകൊണ്ടിരുന്ന ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുക എന്നായിരുന്നു. അങ്ങനെ ജൂതനായി ജനിച്ചു പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എങ്ങോട്ട് ഓടണമെന്നറിയാതെ ലോകമെങ്ങും ഓടിയ ഒരു സമൂഹം. അവർ 1880-കളായപ്പോൾ ജീവനും കൊണ്ട് ഒരു മരുപ്രദേശത്തേക്ക് ഓടിച്ചെന്നു. പലസ്തീൻ, ഇസ്രായേൽ എന്ന രാജ്യങ്ങളുള്ള ഇന്നത്തെ പ്രദേശം. ഈ ഒരു പലായനത്തെയാണ് ഒന്നാം ആലിയ എന്ന് വിളിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തിയോഡർ ഹെർഷൽ, അദ്ദേഹം പറഞ്ഞു, ജൂതന്മാരുടെ ഈ പീഡനം സഹിക്കാൻ പറ്റില്ല, ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ. അതിനുവേണ്ടി അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു, സിയോണിസം എന്ന് വിളിക്കുന്നു. അതിൻ്റെ പേരിലുണ്ടായ ഫണ്ട് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഓടിപ്പോകുന്നവർക്ക് അവിടെ സ്ഥലം വാങ്ങി താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. ഇതില് ഇവര് പീഡനങ്ങളൊക്കെ അനുഭവിച്ച എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞേ? ഇസ്രായേൽ ഫലസ്തീൻ എന്ന സ്ഥലത്തേക്ക് പോയി. മാത്രമല്ല ഇതില് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇയാള് ജൂതന്മാര് നേരിട്ട പീഡനങ്ങളാണ് പറയുന്നത്. ജൂതന്മാരെ എല്ലാവരും വേട്ടയാടി, ജൂതന്മാരെല്ലാവർക്കും പിന്നെ എന്താ പറയാ, അവർക്ക് ജൂതവിരുദ്ധത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത് എസൻസിന്റെ വേറൊരു യുക്തിയുണ്ട്. ആരെങ്കിലും വിരുദ്ധത ഉണ്ടെങ്കിൽ, ഫോബിയ ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. ഇപ്പം ഇസ്ലാമോഫോബിയനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾ എല്ലായിടത്തും പീഡിപ്പിക്കപ്പെടുന്നു, മുസ്ലിങ്ങൾ എല്ലാവരെയും മോശമായി കാണുന്നു എന്നൊക്കെ, അത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്, ഇസ്ലാമിന്റെ പ്രശ്നമാണ്. ആ യുക്തി ഇവിടേക്ക് പറ്റുമോ? ഇസ്ലാമോഫോബിയക്ക് നിങ്ങൾ പറയുന്ന യുക്തി ഇവിടെ പറ്റുമോ? ജൂതന്മാര് എല്ലാ സ്ഥലത്തും ആട്ടി ഓടിക്കപ്പെട്ടു, അവരെ ഈ പറഞ്ഞതുപോലെ ഫിക്ഷനിലടക്കം ജിയോഫോബിയ, ആന്റിസെമിറ്റിസം പിന്നെ എന്ത് ചെയ്യുന്നു എല്ലായിടത്തും ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? എസൻസിന്റെ യുക്തി അനുസരിച്ച് എന്താ അതിന്റെ അർത്ഥം? വളരെ ക്ലിയർ ആണ്, ജൂതന്മാർ ഭയങ്കര പ്രശ്നക്കാരാണ്. ഞങ്ങൾ പറയുന്നല്ലോ കേട്ടോ, ജൂതന്മാരെ വേട്ടയാടിയത് അങ്ങേയറ്റം വലിയ ക്രൂരതയാണ്, പ്രശ്നമാണ്. ചരിത്രത്തിൽ പിന്നെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ ബാബിലോണക്കാരും അസീറിയക്കാരും റോമൻസും ഒക്കെ ചെയ്തിട്ടുള്ള വലിയ ക്രൂരത തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് ഇവർ പറയുന്ന എസൻസിന്റെ യുക്തി അനുസരിച്ച് എന്തായിരുന്നു വേണ്ടത്? അത് വളരെ ക്ലിയർ ആയിട്ട് അത് ജൂതന്മാരുടെ പ്രശ്നമാണ്. കാരണം മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്. ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ പ്രയാസപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നാണ് അവിടെ പറയാറുള്ളത്. അതിന് ഇപ്പൊ ഈ ഫോബിയെ കുറിച്ച് പറഞ്ഞൊരു തമാശ ഉണ്ടല്ലോ, ഇത് തമാശ എന്ന് നമ്മൾ പറയണേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് നമ്മൾ ഒറ്റക്കാവുമ്പോ ഇപ്പൊ ലിഫ്റ്റിന്റെ ഉള്ളില് നമ്മൾ മാത്രമേ ഉള്ളൂ, അപ്പൊ അത് ഭയങ്കര പേടി. അത് ലിഫ്റ്റിന്റെ കീമോഫോബിയനെ കുറിച്ചൊക്കെ ഇവർ തന്നെ പറയാറുണ്ട്. കെമിക്കൽസിനോട് അകാരണമായ ഒരു പേടി, അത് പിന്നെ അത് കെമിക്കൽസിന്റെ പ്രശ്നമാണ് ആരെങ്കിലും പറയും. അപ്പൊ ഇത് പിന്നെ ഏതായാലും ഇവരുടെ യുക്തിയാണ്, എസൻസിന്റെ യുക്തിയാണ്, അതിന് അത്ര നമ്മൾ കണ്ടാൽ മതി. പക്ഷെ ഏതായാലും ആ രൂപത്തിലാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ജൂതന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കഥയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാല്, അഭിലാഷ് കുറച്ചും കൂടി ഒരു സെക്കുലർ സ്പേസിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു, നമുക്കിത് ഈ ഡിബേറ്റിൽ ഒരു മുസ്ലിം ചരിത്രമൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇസ്ലാമിക് സിവിലൈസേഷനെ കുറിച്ചൊക്കെ പറയുമായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു. പക്ഷെ വളരെ സുന്ദരമായിക്കൊണ്ട് അഭിലാഷ് ഇസ്ലാമിക് സിവിലൈസേഷനെ അവിടേക്ക് കൊണ്ടുവരികയും ഇതിന് കൃത്യമായി ഇയാള് എവിടെയാണോ വിഴുങ്ങിയത്
ആ വിഴുങ്ങിയ സാധനം എടുത്തിട്ട് അതേപോലെ അഭിലാഷം ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അത് ആ സുന്ദരമായ രംഗം എന്ത് ചെയ്യാം, നമുക്ക് കാണാം. ശ്രീ ടോമി സെബാസ്റ്റ്യൻ ആദ്യം ഉന്നയിച്ച വാദം ജൂതന്മാരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ഇല്ല ചരിത്രത്തിൽ എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് 100% യോജിക്കുന്നു. ലോകത്തെ ഏറ്റവും ആൻഷ്യൻ ഹേറ്റ്രഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് ആൻറ്റി സെമിറ്റിസമാണ്. പക്ഷെ ആരാണ് ജൂതന്മാരെ പീഡിപ്പിച്ചത്? അറബികളാണ്? മുസ്ലിങ്ങളാണ്? പലസ്തീനിൽ ഇപ്പോഴോ മുൻപോ താമസിച്ചവരാണോ? അല്ല. ആരിൽ നിന്നാണ് ജൂതർക്ക് ഇത്ര വലിയ പീഡനം വാങ്ങേണ്ടി വന്നത്? ജൂതന്മാരുടെ ആദ്യത്തെ ടെമ്പിൾ, ശലമോന്റെ ടെമ്പിൾ തകർക്കപ്പെടുന്നത് ബാബിലോണിയക്കാരുടെ അധിനിവേശത്തിലാണ്. ആ സമയത്താണ് ലക്ഷക്കണക്കിന് ജൂതരെ ഇപ്പോൾ ഇസ്രയേൽ നിൽക്കുന്ന ഭൂപ്രദേശത്ത് നിന്ന് ബാബിലോണിയയിലേക്ക്, ഇറാഖ് പ്രദേശത്തേക്ക് നാടുകടത്തിയത്. അതിനുശേഷം ജൂതർ അതിന് സമാനമായ വലിയ കുറ്റകൃത്യം ഏറ്റുവാങ്ങിയത് എപ്പോഴാണ്? അത് AD 70 ഇസ്ലാം മതം രൂപം കൊള്ളുന്നതിന് 6 നൂറ്റാണ്ട് മുമ്പ് AD 70 റോമാക്കാർ ജെറൂസലേം അധിനിവേശം നടത്തി ടൈറ്റസിന്റെ നേതൃത്വത്തിൽ അന്നത്തെ അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ, അതായത് ഈ വാല്യുബിൾസ് ഒക്കെ, രത്നങ്ങളൊക്കെ വിഴുങ്ങിയ മനുഷ്യരുടെ വയറ് പിളർന്ന്, ജീവനോടെ വയറ് പിളർന്ന് ആ രത്നങ്ങൾ എടുത്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ജൂതരെ മുച്ചൂട് മുടിപ്പിച്ച് നശിപ്പിച്ച് കത്തിച്ചു കളഞ്ഞു, നാമാവശേഷമാക്കി കളഞ്ഞു. ആര്? AD 70 റോമാക്കാരാണ്, അതല്ലാതെ അറബുകളല്ല. അന്ന് ഇസ്ലാം മതം ഈ ലോകത്തുണ്ടായിട്ട് പോലുമില്ല. അങ്ങനെയാണ് ആദ്യത്തെ 2 ടെമ്പിളുകൾ തകർക്കപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ആൻറ്റി സെമിറ്റിസത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്. എവിടെ? ഏഷ്യയിലാണ്? അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന മിഡിൽ ഈസ്റ്റിലാണോ? അല്ല, യൂറോപ്പിലാണ് ജൂതർ അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടത്. അതിന് വലിയ ഒരു ചരിത്രമുണ്ട്. അതിൽ ഏറ്റവും പ്രാചീനമായ 2 ചരിത്രം, ആദ്യം ബാബിലോണിയക്കാരുടെയും രണ്ടാമത്തേത് റോമാക്കാരുടെയും ആക്രമണമാണ്. അതിനുശേഷം ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണത്തിലേക്ക്, അത് കുരിശുദ്ധത്തിൻ്റെ സമയത്താണ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ഈ നേരത്തെ രണ്ടാമത്തെ വാദമായി പറഞ്ഞത് ജൂതരെ കൊന്നു തീർക്കണം, അവസാനത്തെ ജൂതനെയും നിശേഷം നശിപ്പിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ജൂതരെ കൊലപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ജൂതരെ ഉന്മൂലനാശം വരുത്താനുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നത് എന്നാണ് അദ്ദേഹം വാദിച്ചത്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ഇസ്ലാം മതം രൂപം കൊണ്ട കാലം മുതൽ അങ്ങനെ നടക്കണമല്ലോ. എന്നാണ് ആദ്യമായി ഒരു മുസ്ലിം റൂളർ ഈ പ്രദേശത്തുണ്ടാവുന്നത്? അത് AD 636 AD 636 സോഡ് ഓഫ് ഇസ്ലാം ഇവര് സ്ഥിരമായി പറയുന്ന ഒരു നുണയാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി തന്നെയാണ് പിന്നെ ജൂതന്മാരെ മൊത്തത്തിലെ ഇല്ലാതാക്കലാണ് മുസ്ലിങ്ങളുടെ പ്രമാണത്തിൽ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്ഥിരം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ വിചാരിച്ചു അതിനെ അഭിലാഷ് എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു, വളരെ കൃത്യമായി കൊണ്ട് ചരിത്രപരമായി ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് തന്നെ കുറെ കാലം കഴിഞ്ഞ് ഏതെങ്കിലും മുസ്ലിം രാജാക്കന്മാരല്ല, ഖലീഫമാരിൽ രണ്ടാമനായിട്ടുള്ള ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അഭിലാഷ് അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഈ വാട്സപ്പിലൊക്കെ സ്ഥിരമായി വരുന്ന ആ ഒരു കാര്യം അതേപടി ടോമി പറയാണ് ചെയ്യുന്നത്. അതായത് പിന്നെ എവിടെയാണ് ജൂതന്മാരെ മൊത്തം കൊന്നെടുക്കണം എന്ന് ഖുറാനിൽ എവിടെയുള്ളത്, ഹദീസിൽ എവിടെയുള്ളത്? ഇവിടെ ഇല്ല. മാത്രമല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സിവിലൈസേഷനിൽ ജൂതന്മാർ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ള ചരിത്രം കൂടെ ഉണ്ട്. പിന്നെ ഇവര് ഒരു പക്ഷേ പിന്നെ കൊണ്ടുവരാൻ സാധ്യതയുള്ള എന്താ വെച്ചാൽ റസൂലിന്റെ കാലത്ത് ഈ പിന്നെ രാജ്യവിരുദ്ധത ചെയ്ത അല്ലെങ്കിൽ രാജ്യത്തെ ഒറ്റുകൊടുത്ത ചുറ്റുപാടുള്ള ശത്രുക്കൾ പിന്നെ വളഞ്ഞപ്പോൾ കരാർ ലംഘിച്ചുകൊണ്ട് രാജ്യത്തെ ചതിച്ച ആളുകളോട് നടപടി എടുത്തിട്ടുണ്ട്. അതാണ് ചരിത്രപരമായി നമുക്ക് കാണാൻ പറ്റുന്നത്. ആ കാര്യം എടുത്തുകൊണ്ട് ഇത് ജൂതന്മാർ മൊത്തത്തിൽ എന്ന് പറയുന്നത് എത്രത്തോളം പിന്നെ അതായിരിക്കാം ഒരു പക്ഷേ ഇവർക്ക് ആകെ പറയാനുണ്ടാവുക. ബാക്കിയുള്ള ഇസ്ലാമിക് സിവിലൈസേഷനിൽ ഇസ്ലാമിക് എംപയറിന് കീഴിൽ എങ്ങനെയാണ് ജൂതന്മാർ ജീവിച്ചത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവർ ഈ പറയുന്നത് പോലെ ഒരു പ്രമാണത്തിലും കാണാനും സാധ്യമല്ല. ജൂതന്മാരെ മൊത്തം കൊല്ലണം അല്ലെങ്കിൽ ജൂതന്മാരെ ഇല്ലാതാക്കണം എന്നത് ഒരു നിലക്കും നമുക്ക് കാണാനും സാധ്യമല്ല. അപ്പൊ അത് കൃത്യമായി തന്നെ ആ സിവിലൈസേഷനിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ബാക്കി വിശദീകരണമാണ്. ഖാലിദ് ബിൻ വാലിദ് ജെറൂസലേം കീഴടക്കുന്നു. അങ്ങനെ ജെറൂസലേം കീഴടക്കിയതിനു ശേഷം രണ്ടാമത്തെ ഖലീഫ ഉമർ ജെറൂസലേമിലേക്ക് എത്തുകയാണ്. ഇന്ന് ബൈസാന്റിയന്മാരാണ് ആ പ്രദേശം ഭരിക്കുന്നത്. അപ്പോൾ ബൈസാന്റിയൻ രാജാവ് ഈ ടെമ്പിൾ മൗണ്ടിലേക്ക് ഖലീഫ ഉമറിനെ ക്ഷണിച്ചു. അദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു. ആ സ്ഥലത്താണ് പിന്നീട് അൽ അക്സ പള്ളി ഉണ്ടായത്. അങ്ങനെ ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജൂതന്മാരെ മുഴുവൻ കൊന്നു തീർക്കണം എന്ന് മതപരമായ നിയമം ഉണ്ടെങ്കിൽ അന്ന് ജൂതന്മാരെ മുഴുവൻ കൊന്നു തീർക്കണ്ടേ? AD 70 സംഭവിച്ചതുപോലെ, അതല്ലെങ്കിൽ അതിനു മുമ്പ് ബാബിലോണിയൻ അധിനിവേശത്തിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലും AD 636 ഉണ്ടായോ? ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം.
അതിനുശേഷം അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കോ എക്സിസ്റ്റ് ചെയ്തു എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, ചരിത്രം വളരെ വ്യക്തമായി പറയുന്നത്. ഖലീഫ മാത്രമല്ല മൂപ്പര് കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും കോഎക്സിസ്റ്റ് ചെയ്ത ഏക സിവിലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ ഇസ്ലാമിക് സിവിലൈസേഷൻ ആണ്. ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും ജൂതന്മാരെ കണ്ട അപ്പൊ തന്നെ ആട്ടി ഓടിക്കുകയും അതുപോലെ തന്നെ കൊല്ലുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കോ എക്സിസ്റ്റൻസ് ചരിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ്. മാത്രമല്ല ഇപ്പൊ മതപരമായി നോക്കുകയാണെങ്കിൽ തന്നെ ക്രൈസ്തവർ എന്തുകൊണ്ട് ആക്രമിച്ചു എന്നായിരുന്നു പറഞ്ഞത്? യേശുവിനെ കൊന്നവർന്ന്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു കാരണം പോലും ഇല്ല ജൂതന്മാരെ കൊല്ലാൻ. പിന്നെന്താ നമ്മൾ വെറുതെ കൊല്ലാന്ന്? അതെ അതെ. അപ്പം കൃത്യമായി ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിച്ചത് ഏറ്റവും നല്ല രൂപത്തിൽ. ആ ഒരു ഇസ്ലാമിക് സ്പെയിനിന്റെ കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ നിലക്കും ശാസ്ത്രവും അതുപോലെ തന്നെ സാഹിത്യവും എല്ലാം അങ്ങേയറ്റം പിന്നെ അതിന്റെ ഏറ്റവും ഉത്തുംഗതയിലേക്ക് എത്തുന്നത് എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു കോ എക്സിസ്റ്റൻസ് കൊണ്ടും ഒരുമിച്ചുള്ള മുന്നോട്ട് പോക്കും കൊണ്ടും കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിവിലൈസേഷനാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്രയും സുന്ദരമായ ഒരു ചരിത്രമാണ് ഇസ്ലാമിന് ജൂതന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ആ ചരിത്രം ഉണ്ടായിരിക്കുന്ന മുസ്ലിങ്ങളോടാണ് എന്ത് ചെയ്തത്? പണ്ട് യൂറോപ്പിലും അതുപോലെ തന്നെ റോമക്കാരും ഒക്കെ ജൂതന്മാരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് എന്ത് ചെയ്യും ഇപ്പൊ നടക്കുന്നൊക്കെ നീതീകരിക്കപ്പെടുന്നെന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. മാത്രമല്ല ഇപ്പൊ ഈ വിഷയത്തില് ഈ കോ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇസ്ലാമിക നാഗരികതയിലാണ് ഇവരെല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് പരസ്പരം സ്നേഹത്തോടുകൂടി ജീവിച്ചത്, ഒത്തൊരുമയോടുകൂടി ജീവിച്ചത്, നിർഭയമായി ജീവിച്ചത്. അതിനൊരു പേര് തന്നെ ഉണ്ട് ചരിത്രത്തിൽ. അത് കോൺവിവൻസിയ എന്നാണ്. കോൺവിവൻസിയ എന്ന് പറഞ്ഞാല് ഒരു സ്പാനിഷ് പദത്തിൽ നിന്നാണ് വരുന്നത്. കാരണം ഇത് സ്പാനിഷ് ആകാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ചരിത്രകാരന്മാര് മുസ്ലിം സ്പെയിൻ, അന്തലൂസ് എന്നറിയപ്പെടുന്ന മുസ്ലിം സ്പെയിനിലുള്ള ഈ കോ എക്സിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചിട്ട് പറയുന്നൊരു പേരാണ്. കോൺവിവൻസിയ എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ഭാഷയിൽ കോ എക്സിസ്റ്റൻസ് എന്നാണ് അർത്ഥം. പരസ്പര സഹകരണം, സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന അവസ്ഥ. അത് അവസാനിക്കുന്നത് ശരിക്ക് ഇപ്പൊ നമ്മുടെ ചരിത്രത്തിൽ ഇന്ന ഘട്ടം, ഇപ്പൊ മുഗളന്മാരുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് ഇത്രാമത്തെ കൊല്ലം മുതൽ ഇത്രാമത്തെ കൊല്ലം വരെ, അതിന് ഓരോ ഇപ്പൊ പതനത്തിന്റെ ഒരു കാരണം ഉണ്ടാവും, തുടക്കത്തിന്റെ ഒരു കാരണം ആരെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതേപോലെ ഈ കോൺവിവൻസിന്റെ കാര്യം പറയുമ്പോൾ ചരിത്രകാരന്മാർ പറയുന്ന പ്രധാനപ്പെട്ട അത് തുടങ്ങിയത് ഉമവി ഖലീഫമാർ, അബ്ബാസി ആ ക്ലാഷ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഒരു ഉമവി ഖലീഫ അബ്ദുറഹ്മാൻ ദാഖിൽ എന്ന് അറിയപ്പെടുന്ന ഉമവി ഖലീഫ സ്പെയിനിലേക്ക് പോവുകയും അവിടെ അയാൾ സ്വീകരിക്കപ്പെടുകയും ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അപ്പോ അങ്ങനെ ഉമയ്യദ് സ്പെയിനിനാണ് നമ്മൾ ശരിക്കും ഇസ്ലാമിക് സ്പെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്തലൂസിയ എന്ന് പറയുന്നത്. അറബിയിലൊക്കെ അലുന്ദുലുസ് എന്നാണ് പറയാം. അപ്പൊ ഇതാണ് തുടക്കം. അബ്ദുറഹ്മാൻ ദാഖിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിന്റെ പതനം എപ്പോഴാന്ന് പറയാം, കുരിശുയുദ്ധക്കാർ വന്നിട്ട് എക്സ്പെൽഷൻ ഓഫ് ജൂസ് നടത്തുമ്പോഴാണ് ഈ കോൺവിവൻസിയുടെ പതനം എന്ന് പറയുന്ന ചരിത്ര രേഖ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്രയും ചരിത്രപരമായി ഡോക്യുമെന്റഡ് ആയ ഒരു പ്രത്യേകമായ ഒരു സ്പാനിഷ് പേര് തന്നെ ആ കോ എക്സിസ്റ്റൻസിനുള്ള അത്രയധികം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഓർക്കേണ്ടുന്ന ഒരു കോ എക്സിസ്റ്റൻസ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ടോമി വിഴുങ്ങുകയും അഭിലാഷ് അവിടെ പൊക്കിക്കൊണ്ടുവരികയും ചെയ്തതെന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇത്രയും ചരിത്രത്തിൽ ഇത്രയും കൃത്യമായുള്ള കാര്യം എങ്ങനെയാണ് മൂപ്പരിങ്ങനെ മറ്റതൊക്കെ പറയാം, സീറിയക്കാരടക്കം ഇങ്ങനെ പറഞ്ഞിട്ട് ഇസ്ലാമിക് സിവിലൈസേഷൻ ഒറ്റടിക്കായിട്ട് മുക്കി, എന്നിട്ട് നേരെ എന്താണ് കുരിശ് യുദ്ധത്തിലേക്ക്. ഇടയിൽ എന്ത് സംഭവിച്ചു അത് പറയണ്ടേ? അത്രയും കാലം ആരും ജീവിച്ചു. 1492 ആ കോൺവിവൻസി അവസാനിച്ചു എന്ന് പറഞ്ഞത്. അതിന്റെ പ്രത്യേകത ആ കൊല്ലം നടന്നത് എക്സ്പെൽഷൻ ഓഫ് ജൂസ് ആയിരുന്നു. ജൂതന്മാരെ അന്ന് കുരിശ് യുദ്ധക്കാരായിട്ടുള്ള ആളുകൾ അവിടെ അധികാരം സ്ഥാപിച്ചു, ഇസ്ലാം പുറത്ത് എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഒന്നുകിൽ സ്പെയിൻ അല്ലെങ്കിൽ ഇസ്ലാം, ഇതിലേതെങ്കിലും നമ്മൾ നേടിയിട്ടേ പോകുള്ളൂ. അപ്പോൾ അവർ മുസ്ലിങ്ങളെ ഒന്നുകിൽ നിർബന്ധ മതപരിവർത്തനത്തിന് വിധേയമാക്കും, അതല്ലെങ്കിൽ അവരെ കൊന്നുകളയും. ഇതായിരുന്നു അവർ സ്വീകരിച്ചത്. എന്നിട്ട് അവർ ചെയ്ത എക്സ്പെൽഷൻ ഓഫ് ജൂസ് ആയിരുന്നു. ഇങ്ങനെയാണ് ആ കോൺവിവൻസി അവസാനിക്കുന്നത് എന്ന് വരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. ജെറൂസലേമിൽ ഒരു ഗവർണറെ നിയോഗിച്ചപ്പോൾ അതൊരു ജൂ ആയിരുന്നു, ഒരു ജൂത മതത്തിൽപ്പെട്ട ഒരാളെ അവിടെ ഗവർണറായി നിയോഗിച്ചതിന് ശേഷമാണ് ഉമർ തിരിച്ചു പോകുന്നത്. അതിനുശേഷം അവിടെ വന്നിട്ടുള്ള രാജവംശങ്ങൾ എടുത്താൽ ഉമയ്യദുകളെ എടുക്കൂ, മുആവിയ എന്ന രാജാവാണ് അവിടെ ആദ്യത്തെ അറബുകളുടെ സീസർ എന്നാണ് അറിയപ്പെടുന്നത്. സമ്പൂർണ്ണ ഭരണം വർഷങ്ങളോളം നടത്തിയ ആദ്യത്തെ അറബ് റൂളർ മുആവിയയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തെപ്പറ്റി ചരിത്രകാരന്മാർ എഴുതുന്നത് എന്താണ്? അദ്ദേഹം ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും സുഹൃത്തായിരുന്നു. നൂറ്റാണ്ടുകൾ പിന്നെയും കടന്നുപോയി. പല സുൽത്താൻമാറുകൾ വന്നു, പല വാർ ലോഡ്സ് ആണ്. നമ്മൾ 5ാമത്തെ 6ാമത്തെ 7ാമത്തെ 8ാമത്തെ ഒക്കെ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ആലോചിക്കണം. അബ്ബാസിദുകൾ, ഫാത്തിമിഡുകൾ എന്നൊക്കെ പറഞ്ഞ് പല രാജവംശങ്ങൾ അവിടെ വന്നു. വലിയ തോതിൽ ജൂതരും ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഹക്കീമിൻ്റെ ഭരണകാലത്താണ്. അന്ന്
അവിടെ ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും ആരാധനാ സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെട്ട ഒരു ഘട്ടമുണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ മതം പറയുന്നത് കൊണ്ടാണോ അങ്ങനെ ആവാൻ ഒരു വഴിയില്ല. കാരണം റംസാൻ വ്രത അനുഷ്ഠാനം തന്നെ നിരോധിച്ചിട്ടുള്ള ആളായിരുന്നു ഹക്കീം. അയാൾ 36-ാമത്തെ വയസ്സിൽ അപ്രത്യക്ഷനാവുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനായ സാഹിർ പുതിയ ഖലീഫയായിട്ട് അവിടെ അധികാരത്തിലെത്തിയപ്പോൾ ഈ മതപരമായ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. സിനഗോഗുകളും ക്രിസ്ത്യൻ പള്ളികളും വീണ്ടും ജെറൂസലേമിൽ ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. ടോമിനെ പോലുള്ള ഏതെങ്കിലും ആളായിരിക്കും റമദാനൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ. അതെ അതെ. എല്ലാ പിന്നെ ഈ പറഞ്ഞത് ഇസ്ലാമിക് സിവിലൈസേഷനിൽ ആകെ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുത്തിട്ട് മുസ്ലിങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. പിന്നെ അപ്പോ 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം വരുന്നു. AD 636 ഈ പ്രദേശം ഇസ്ലാമിക ഭരണത്തിന് കീഴിലാവുന്നു. അന്ന് ജൂതർക്ക് അവിടെ അഭിമാനത്തോടുകൂടി അവരുടെ ആരാധനകൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ കഴിഞ്ഞു. ജസിയ എന്നൊരു നികുതി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പരമാവധി നമുക്ക് ഇന്നത്തെ കാലത്ത് നിന്ന് പറയാൻ കഴിയുന്ന ഒരു അട്രോസിറ്റി. അതിനപ്പുറത്ത് അവിടെ ജൂതരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇതില് ജിസിയെ കുറിച്ച് പറയുന്നുണ്ട്. ജിസിയ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനെ വെച്ചിട്ടുള്ളതാണ്. കൃത്യമായ ഒരു നികുതിയാണ് യഥാർത്ഥത്തിൽ. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് കൊടുക്കണം. അവര് സ്വാഭാവികമായിട്ടും ആ ഇസ്ലാമിക് ഖിലാഫത്തിന്റെ ഭടന്മാര് കൂടിയാണ്. എന്നാൽ മറ്റുള്ളവർ ഒരിക്കലും ഇസ്ലാമിനു വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിക് സിവിലൈസേഷന് വേണ്ടി ഭടന്മാരാകണം, യുദ്ധം ചെയ്യണമെന്ന് നിർബന്ധിക്കുക എന്നുള്ളത് ശരിയല്ല. അതുകൊണ്ട് അവരുടെ സുരക്ഷ അവർക്ക് കൊടുക്കാൻ അതിനുള്ള ഒരു നികുതിയായിട്ടാണ് യഥാർത്ഥത്തിൽ. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ നിർബന്ധമാണ്. ഇവർ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ സ്വന്തം ലൈഫ് റിസ്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ സക്കാത്തിൽ കുറവുണ്ടാകാം. ഈ ദിമ്മികൾക്കുള്ള, അതായത് ഈ നോൺ മുസ്ലിം സിറ്റിസൺസിനുള്ള ജിസിയയിൽ ചിലപ്പോൾ അത് കൂടുതലുണ്ടാകാം. അത്രേ ഉള്ളൂ. കാരണം അവർക്ക് ലൈഫ് സാക്രിഫൈസ് ചെയ്യണ്ട. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇത് പല ഇസ്ലാമിക് സിവിലൈസേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ പല സ്ഥലങ്ങളിലും ഈ മുസ്ലിം പട്ടാളക്കാർക്ക് വേറെ സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്യാൻ പോകേണ്ടി വരുമ്പോൾ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ സുരക്ഷയെ പൂർണ്ണമായ രൂപത്തിൽ അത് ഏറ്റെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജിസിയ തിരിച്ചു കൊടുത്ത സാഹചര്യം വരെ നമുക്ക് കാണാൻ പറ്റും. എന്നുവെച്ചാൽ അവര് യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ ജിസിയ കൊടുക്കേണ്ട. അതെ, നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കും. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ടാക്സ് കൊടുക്കുന്നത്? നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, നമുക്കുള്ള സുരക്ഷയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനുള്ള ഒരു കാര്യമാണ് ടാക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാം. കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് ഒരു സുരക്ഷ നൽകാൻ കേന്ദ്ര ഗവൺമെന്റിന് പറ്റാത്തൊരവസ്ഥ. അപ്പം ആ ടാക്സ് ഒക്കെ നമുക്ക് തിരിച്ചിരുന്ന കാര്യം ആലോചിച്ച് നോക്കുക. അത് നമുക്ക് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് അങ്ങനെയുള്ള കാര്യം ആലോചിക്കാൻ തന്നെ പറ്റില്ല. പക്ഷെ ഇസ്ലാമിക് സിവിലൈസേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഒരു പ്രദേശം പിടിച്ചെടുക്കുന്നു, അവിടെ എല്ലാവരും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു, എന്നാൽ ടാക്സ് കൊടുക്കണം. ആ ടാക്സ് ഒരു സമയത്ത് ആ സുരക്ഷ പൂർണ്ണമായും ഏറ്റെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ടാക്സ് തിരിച്ചു കൊടുക്കുക. അത്രയും കൃത്യമായ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ ടാക്സ് സിസ്റ്റം അടക്കം. അതേസമയം ചില ക്രൈസ്തവ വിഭാഗങ്ങളാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവര് ജിസിയ കൊടുക്കാതിരിക്കാൻ അവർ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞപ്പോ അവർക്ക് ജിസിയ കൊടുക്കണ്ട, അതായത് തിരിച്ചു കൊടുക്കല്ല, അവർക്ക് ജിസിയെ വേണ്ട. കാരണം എന്താ, അവരും യുദ്ധത്തിൽ പങ്കെടുക്കാം, പട്ടാളത്തെ സഹായിക്കാം എന്നുള്ള രൂപത്തിലേക്ക് വന്നപ്പോ അങ്ങനെയും ഉണ്ടായത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ാണ് ചരിത്രം. പിന്നെ ചരിത്രത്തിലെ വലിയ അറ്റാക്ക് വരുന്നത് റേമണ്ടിന്റെ പിൽഗ്രിംസ് വരുമ്പോഴാണ്, കുരിശുദ്ധ സമയത്താണ്. അന്നാണ് കുഞ്ഞുങ്ങളെ മതിലിലടിച്ച് കൊലപ്പെടുത്തി എന്ന് ചരിത്രം എഴുതുന്നത്. അന്ന് ഈ ജൂതരും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നാണ് കുരിശുദ്ധത്തെ നേരിട്ടത് എന്ന് അറിയാമോ? അതാണ് ചരിത്രം. അതിനുശേഷം അയ്യൂബിദുകൾ, ഇതിനുശേഷം വന്ന ഭരണകൂടം, അതിനുശേഷം തുർക്കി സുൽത്താനേറ്റിന്റെ ഓട്ടോമൻ ഭരണം, ഇതൊക്കെ വരുന്നു. അപ്പൊ ചരിത്രത്തിൽ ജൂത കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ളത്, ഈ ജെറൂസലേമിന്റെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ജൂത കൂട്ടക്കൊലകൾ നടത്തിയത് അറബുകളല്ല, മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് വേദപുസ്തകത്തിലോ മറ്റോ ജൂതരെ കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അറബുകൾ ജൂത കൂട്ടക്കൊല നടത്തി എന്നുള്ളത് ഈ പറയുന്ന പിന്നീട് വന്നിട്ടുള്ള മിലീഷ്യകളുടെ ഭീകരാക്രമണമല്ലാതെ ആസൂത്രിതമായൊരു ജൂതവംശഹത്യയുടെ ചരിത്രമില്ല. ആസൂത്രിതമായൊരു ജൂതവംശഹത്യയുടെ ചരിത്രം യൂറോപ്പിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് എത്ര നൂറ്റാണ്ടുകളിൽ, 17, 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിന്റെ പിറവിക്ക് ഇടയാക്കിയ സംഭവം തന്നെ ആന്റിസെമിറ്റിസമാണ്. ആരുടെ ആന്റിസെമിറ്റിസം? 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം റഷ്യയിൽ, അന്ന് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇപ്പൊ നേരത്തെ തുർക്കി സുൽത്താൻമാരുടെ കാര്യം പറഞ്ഞു. തുർക്കി സുൽത്താൻമാരുടെ കീഴിൽ ഒരു പ്രത്യേകമായൊരു, ഇപ്പൊ നമ്മുടെ സൈനിക ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, ഇപ്പൊ ആംഡ് ഫോഴ്സ്, അങ്ങനത്തെ ഓരോ ഫോഴ്സുകളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാലാൾപ്പടകൾ, അവരുടെ പേര് തന്നെ ജാനിസറീസ് എന്നായിരുന്നു. അവരുടെ പ്രത്യേകത, അവർ സെർബിയൻ ക്രിസ്ത്യൻസ് ആയിരുന്നു. ചെറുപ്പത്തിലെ ഒട്ടോമൻ സാമ്രാജ്യം അവരെ എടുത്തു വളർത്തും, അവരെ പട്ടാളക്കാരാക്കി അങ്ങനെ വളർത്തിയെടുക്കും. എന്നിട്ട് തുർക്കിഷ് സുൽത്താൻമാരെ, മുസ്ലിം ഭരണാധികാരികളെ സഹായിക്കുന്ന ക്രിസ്ത്യൻ
പടയാളികൾ വരെ ഉണ്ട്. അവരായിരുന്നു ഏറ്റവും ഫെറോഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും ശത്രുക്കളുടെ പേടി സ്വപ്നങ്ങളായിട്ടുള്ളായിരുന്ന പ്രധാനപ്പെട്ട യോദ്ധാക്കൾ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്രയും കോ എക്സിസ്റ്റൻസ് ഉണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ കോൺവിവൻസിയിൽ ഇവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് പല മേഖലകളിലും ശോഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം മൈമനൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജൂത പണ്ഡിതനായിരുന്നു. അദ്ദേഹം പല എന്താ പറയാ ശാസ്ത്രശാഖകളിലും വിജ്ഞാനം നേടി. ആ കാര്യം കാരണം, അദ്ദേഹത്തിന്റെ ആ സംഭാവനകൾ കാരണം അങ്ങേയറ്റം പ്രശസ്തനായ ജൂതന്മാർ വരെയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് മുസ്ലിം സ്പെയിനിലാണ്, അന്തലൂസിലാണ്. അപ്പൊ ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഇപ്പൊ ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന കൊല്ലപ്പെടുന്നു. റഷ്യയിലെ സാർ ചക്രവർത്തിയുടെ കൊലപാതകത്തെ തുടർന്ന് റഷ്യയിലാകെ ജൂതർക്ക് നേരെ വലിയ ആക്രമണമാണ് നടക്കുന്നത്. റഷ്യയിൽ, അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ തിയഡോർ ഹെർസൽ ആസ്ട്രിയക്കാരനാണ്. ഓസ്ട്രിയയിൽ, ജർമ്മനിയിലാണ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഹോളോകോസ്റ്റിന്റെ ചരിത്രം പറഞ്ഞല്ലോ. 60 ലക്ഷത്തിന് മുകളിൽ ജൂതന്മാർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെ ജർമ്മനിയിലാണ്. അപ്പോൾ യൂറോപ്പിലേക്ക് അസിമിലേറ്റ് ചെയ്യാൻ ജൂതരെ അനുവദിക്കാതെ ആ ജൂതർ വംശഹത്യക്ക് വിധേയമായത് യൂറോപ്പിലാണ്. അപ്പോൾ അവർക്കൊരു നാഷണൽ ഹോം വേണമെങ്കിൽ അത് യൂറോപ്പല്ലേ ഒരുക്കി കൊടുക്കേണ്ടത്. യൂറോപ്പിന്റെ പാപങ്ങൾക്ക്, യൂറോപ്പിന്റെ സിൻസിന് മിഡിൽ ഈസ്റ്റിലെ മനുഷ്യർ പിഴമൂളണോ? യൂറോപ്പിലെ അന്നത്തെ കാലത്തെ ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇവര് എപ്പോഴും ഈ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം പറയുമ്പോൾ നേരെ ജൂതന്മാർ പീഡിപ്പിക്കപ്പെട്ടു. തീർച്ചയായും ഉണ്ട്. അത് പീഡിപ്പിച്ചത് ആരാണ്? പീഡിപ്പിച്ചത് യൂറോപ്യൻസ് ആണ്, ജർമ്മനിക്കാരാണ്, അതുപോലെ തന്നെ കുരിശുയുദ്ധക്കാരാണ്, യേശുവിനെ കൊന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ പിന്നെ അത്തരത്തിലുള്ള ആളുകളാണ്. അപ്പോ അവർ ചെയ്ത പ്രവർത്തനത്തിന് ഇവിടെ കിടക്കുന്ന ആൾക്കാരല്ലല്ലോ അതിന് അനുഭവിക്കേണ്ടത്. ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും ആൾക്കാർ ഈ ക്രൂരതയുടെയും പീഡനത്തിന്റെ കഥ പറയും, എന്നിട്ട് നേരെ അതുകൊണ്ട് ഇതെല്ലാം നീതീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെങ്ങാനാണ് ഇത് ചെയ്തതെന്ന് തോന്നിപ്പോ. മുസ്ലിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്തവരാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, വലിയ നല്ല വിള ചവഞ്ഞുകൊണ്ട് അവർക്ക് പിന്നെ ജ്യൂസ് ഹോംലാൻഡ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. ആ കാലത്തെ ജൂതരോട് ചെയ്തതിന്റെ പ്രതികാരം മിഡിൽ ഈസ്റ്റിൽ ദൂരെ കിടക്കുന്ന മനുഷ്യരുടെ മുകളിലാണോ തീർക്കേണ്ടത് എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. ചരിത്രത്തിൽ നമ്മൾ പ്രാചീന ചരിത്രവും ഇതിലൊരു കാര്യം കൂടി ഉണ്ട്. ഇതിന്റെ അർത്ഥം നമ്മൾ പറയണത് ഇതൊക്കെ യൂറോപ്പിലുള്ള ആളുകളെ നമ്മൾ പ്രയാസപ്പെടുത്തണം, അവരൊന്നായിട്ട് കൊന്നൊടുക്കിയിട്ട് ഇനി അവിടെ ഇതാക്കണം എന്നല്ല നമ്മൾ പറയണത്. പൂർവികർ ചെയ്ത കുറ്റമാണ്, അതിന് പിൽക്കാലത്ത് വന്നവരെ ഉത്തരവാദികളല്ല. പക്ഷെ അതേസമയം ഈ ഒരു ഹിപ്പോക്രസി, ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചരിത്രവും എടുത്താൽ അറബുകൾ മതപരമായ ഏതെങ്കിലും ആഗ്രഹ നിമിത്തം ജൂതരെ കൂട്ടക്കൊല ചെയ്ത ചരിത്രമില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖലീഫ ഉമർ ആദ്യമായി ജെറൂസലേം കീഴടക്കുമ്പോൾ, അല്ലെങ്കിൽ ഖാലിദ് ബിൻ വാലിദ് കീഴടക്കുമ്പോൾ ഉമവിയ ഭരണം ഉണ്ടാവണം. അങ്ങനെ ഒന്നും ചരിത്രത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് ചരിത്രം. അതെ, കാരണം ഇസ്ലാമിന്റെ ഏറ്റവും പിന്നെ പ്യുവർ ഫോം എന്ന് നമ്മൾ പറയുന്നത് തുടക്ക കാലഘട്ടമാണ്. റസൂലിന്റെ, അബൂബക്കർ സിദ്ദീഖിന്റെ, ഉമർ അള്ളാഹുവിന്റെ ഒക്കെ കാലഘട്ടം. ഉമർ അത് നടപ്പിലാക്കിയില്ല. ഉമർ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഏറ്റവും ശൂരപരാക്രമിയായിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അത്ര കൃത്യമായി നടപ്പിലാക്കുന്ന ഒരാളാണ്. കാരണം അതിൽ ഒരു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല, കോംപ്രമൈസുകൾ ഇല്ലാത്ത. കാരണം ഉമർ അള്ളാഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കോംപ്രമൈസ് ഇല്ലാത്ത പറയുമ്പോൾ ഇസ്ലാമിന്റെ ആശയങ്ങളിൽ കോംപ്രമൈസ് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത്രയും മാനവികനാവുക എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ടാണ് പിന്നെ ഈ ഇസ്ലാമിന്റെ അധ്യാപനം കോ എക്സിസ്റ്റൻസ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അതിൽ അത്രയും സ്ട്രിക്റ്റ് ആയത് ഉമർ അള്ളാഹു. കാരണം ഈ ജെറൂസലേമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ രക്തം ചിന്തിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, പോയിട്ടുള്ളൂ. പക്ഷെ ഉമർ അള്ളാഹുവിന് വരുന്നത് തന്നെ ആ വരവടക്കം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് അത് കൂടുതൽ പറയുന്നില്ല. ഉമർ അള്ളാഹുവിന് വരുന്നത് തന്നെ ഭൃത്യനെ വണ്ടിപ്പുറത്ത് നിർത്തി ഉമർ അള്ളാഹുവിന് നടന്നുകൊണ്ടാണ്. അപ്പൊ ആ രൂപത്തിൽ അത് ഖലീഫ ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും ലാളിത്യത്തിന്റെ ഒരു മാതൃക അവിടെ കാണാൻ സാധിക്കും. അവിടെ ഒരു രക്തം ചിന്തലും ഇല്ല. എല്ലാവരും ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി ചാവി കൈമാറിക്കൊണ്ട്. എന്നിട്ട് മാത്രമല്ല, എത്രത്തോളമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധ എന്നുള്ളത്. അവിടെയുള്ള ക്രൈസ്തവരാണോ അല്ല ജൂതന്മാരുടേതാണോ ഒരു ആരാധനാലയത്തിൽ കയറി അത് വൃത്തിയാക്കുന്നതിനിടയിൽ നിസ്കാര സമയമായപ്പോ നിസ്കരിക്കാൻ പോലും ഉമർ അള്ളാഹുവിന് അവിടെ നിസ്കരിക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഉമർ അള്ളാഹുവിന് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റു മതസ്ഥരുടെ ആരാധനാലയത്തിൽ ഉമർ അള്ളാഹുവിന് നിസ്കരിക്കാൻ തയ്യാറാവാതിരുന്നത്? ഉമർ അള്ളാഹുവിന് എന്ന് പറയുന്നത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഉമർ നിസ്കരിച്ച സ്ഥലമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അവിവേകികൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങൾ അവരുടേതായി തന്നെ കിടക്കണം. ഉമർ നിസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് അത്രത്തോളം ശ്രദ്ധ. ഇത് നമ്മൾ പറയുന്നത് നേരിട്ട് പോയിട്ട് കൊല്ലുന്ന കാര്യമൊന്നുമല്ല. എന്റെ
കാലശേഷം വേറെ ഏതെങ്കിലും അവിവേകികൾ വന്നിട്ട് ഉമർ നിസ്കരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കയ്യേറുമോ എന്ന് പേടിച്ചുകൊണ്ട് ഇപ്പൊ ഉമർദാൻ പറഞ്ഞ ഈ സംഗതി ഉണ്ടല്ലോ, ശരിക്കും ഇസ്രായേലികൾ ചെയ്യണതല്ലേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇവിടെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വേണം പറയുന്നത്. അപ്പൊ അത്രയും ശ്രദ്ധയായിരുന്നു മറ്റുള്ളവർ പ്രയാസപ്പെടരുത്, മറ്റുള്ളവർ ഉപദ്രവിക്കപ്പെടരുത് എന്നുള്ള വിഷയത്തിൽ ഇസ്ലാമിക് ഖിലാഫത്തിന്. എന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇത് ഉമർദാന്റെ കാലം എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിന്റെ ഫിയർ ഫോം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ കാലം, അതിനുശേഷമുള്ള 3 നൂറ്റാണ്ടുകൾ എന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ നൂറ്റാണ്ടുകളിൽപ്പെട്ട ആളാണ് പിന്നെ ഉമർലാനും ഈ ഖിലാഫത്ത് ഖുലഫാഉർ റാഷിദീങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ആ ഇസ്ലാമിന്റെ പ്യുവർ ഫോമിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതെന്ത് ചെയ്തിട്ടില്ല, ജൂതന്മാര് പീഡിപ്പിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവരേറ്റവും ഭംഗിയായി കോഎക്സിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. വായിച്ചാൽ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഈ 19ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്ക് ജൂതരെല്ലാവരും കൂടി ഈ പലസ്തീൻ പ്രദേശത്തേക്ക് അങ്ങ് ഒഴുകിപ്പോയി എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ടോമി പറയുന്നത്. ജൂതരാഷ്ട്രത്തിന്റെ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്നത് തിയോഡോർ ഹെർസലിന്റെ ജൂയിഷ് സ്റ്റേറ്റ് എന്ന ലഘുലേഖയാണ്. ജൂയിഷ് സ്റ്റേറ്റിൽ എന്താണ് ഹെർസൽ പറയുന്നതെന്ന് അറിയാമോ? ജൂതർക്ക് ഒരു രാഷ്ട്രം, ഒരു നാഷണൽ ഹോം അനിവാര്യമാണ്. എവിടെ എന്ന ചോദ്യം വരുന്നു. അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ പലസ്തീനിൽ അല്ലെങ്കിൽ അർജന്റീനയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോൾ അന്ന് ചരിത്രത്തിന്റെ നിയോഗത്തിൽ അർജന്റീന എങ്ങാനും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിൽ ലയണൽ മെസ്സിയും റിക്വൽമിയും മറഡോണയും ഒക്കെ പരിചിതമാക്കിയിട്ടുള്ള ആ സ്ഥലം ഇന്നിപ്പോൾ അഭയാർത്ഥികളുടെ, അവിടുത്തെ ആക്രമിക്കപ്പെടുന്ന മനുഷ്യരുടെ, തദ്ദേശീയ വാസികളുടെ കണ്ണീർ കഥയായി മാറിയേനെ. അത് ഭാഗ്യായിരുന്നു അല്ലെ, കാരണം അർജന്റീന അല്ലാത്തത് എന്തോ ഭാഗ്യായി. കാരണം മെസ്സിനെ നമുക്ക് കിട്ടൂലായിരുന്നു, ഇന്നുള്ള ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഏതായാലും അവിടെ കൃത്യമായിട്ട് ഇയാള് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഒരു സ്ഥലത്തേക്ക് അങ്ങ് എത്തി, പലസ്തീൻ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് അങ്ങ് എത്തി, അവിടെ അങ്ങ് ആയി എന്നുള്ളതാണ്. പക്ഷെ അർജന്റീന വേറൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നതാണ് എന്റെ ഓർമ്മ, ഉഗാണ്ട. അത് പിന്നെ പ്രപ്പോസ് ചെയ്യപ്പെടുകയാണ്, പക്ഷെ അതും റിജക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ചോയ്സ് ആയിരുന്നു, തിയോഡോർ ഹെർസൽ മുന്നോട്ട് വെച്ച ചോയ്സ് ആയിരുന്നു. അല്ലാതെ എല്ലാവരും കൂടി അങ്ങ് ഈ പറഞ്ഞ മധ്യദേശത്തേക്ക് ഒഴുകുകയല്ല ചെയ്തത്. അദ്ദേഹം തിയോഡോർ ഹെർസൽ കൈസർ വിൽഹം രണ്ടാമൻ ജർമ്മൻ ചക്രവർത്തി മുഖേനയും നേരിട്ടുമൊക്കെ പലവട്ടം ഓട്ടോമൻ സുൽത്താനുമായി ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം, തുർക്കി ഭരണകൂടത്തിന് വേണ്ട പണം ഞങ്ങൾ സംഘടിപ്പിച്ച് തരാം, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ പലസ്തീൻ ഒന്ന് വിട്ടുതന്ന് ഇവിടെ താമസിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഉദാരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂടെ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. എൻ്റെ കിങ്ഡത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഈ ജൂതരായ ആളുകൾ ഭൂമി വാങ്ങിച്ചോട്ടെ. അങ്ങനെ ഭൂമി വാങ്ങിച്ച് ആണ് അവിടുത്തെ ആദ്യത്തെ കുടിയേറ്റം നടക്കുന്നത്. അല്ലാതെ ഇതില് ഈ ഒരു കാര്യം പ്രത്യേകം വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാല് അന്നത്തെ ഓട്ടോമൻ പിന്നെ രാജാക്കന്മാർക്കെതിരെയുള്ള പിന്നീട് ചരിത്രത്തിൽ പിന്നീടുള്ള ഒരു വിമർശനമായിട്ട് തന്നെ ഇവർ ഇത്രയും കോർഡിനേറ്റഡ് ആയി ഇത്രയും വലിയ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ തുർക്കി സുൽത്താൻമാർക്ക് പറ്റിയില്ല, ഓട്ടോമൻ എംപയറിന് പറ്റിയില്ല എന്നുള്ളതൊരു വിമർശനമാണ്. കാരണം എന്താ വെച്ചാല് ഇവർക്ക് ഇത്രയും വലിയൊരു പ്ലാൻ ഉണ്ട്, ഈ സ്ഥലം പിടിച്ചെടുക്കണം എന്നുള്ളതും അതുപോലെയുള്ള വംശഹത്യയുടെ പ്ലാൻ അടക്കമുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ മുസ്ലിം രാജാക്കന്മാർ എന്ത് ചെയ്തു, അത് ജൂതന്മാര് അവിടെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി അവര് ജീവിച്ചോട്ടെ എന്നുള്ള അവരാ രൂപത്തിലാണ് അത് എടുക്കുന്നത്. പക്ഷെ അത് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നെഗറ്റീവും കൂടിയാണ്. കാരണം ഇത്രയും വലിയൊരു കോർഡിനേറ്റഡ് ആയ ഒരു അധിനിവേശ പ്ലാൻ ഉണ്ടായിരിക്കും, അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. പിന്നെ അത് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഒരു കുടിയേറ്റം വേണ്ട, നിങ്ങൾ പല സ്ഥലങ്ങളായി ജീവിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ ഈ ഒരു സ്ഥലത്തേക്കുള്ള ഒരു കാര്യത്തിന് പലതരത്തിൽ തടസ്സങ്ങൾ വരുന്നത്. ജൂതരാകെ അങ്ങ് ഒഴുകിപ്പോയതല്ല, ഈ രാഷ്ട്രം വേണം എന്ന ആവശ്യം അദ്ദേഹം തിയോഡോർ ഹെർസൽ മുന്നോട്ട് വെക്കുന്നു. ഒന്നാം സിയോണിസ്റ്റ് കോൺഗ്രസ് ചേരുന്നു. അതിനിടയ്ക്ക് ബ്രിട്ടനുമായി, അന്നാണ് ബ്രിട്ടൻ, ഇന്നിപ്പോൾ അമേരിക്കയെ പോലെ അന്ന് ബ്രിട്ടനാണ് ലോക പോലീസ്, സാമ്രാജ്യത്വ ശക്തിയാണ്. അന്ന് ബ്രിട്ടനോട് പറയുമ്പോൾ ഒരു രാഷ്ട്രം വേണം എന്നുള്ളതുള്ളൂ, ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു ഇടം വേണം. അപ്പോൾ തിയോഡോർ ഹെർസൽ ഈ പറഞ്ഞ തുർക്കി സമ്മതിക്കില്ല, അതുകൊണ്ട് പലസ്തീൻ കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ അടുത്ത സ്ഥലം ചോദിക്കുന്നുണ്ട്. ഇപ്പം ഇന്ദുലേഖ ഇല്ലെങ്കിൽ തോഴി എന്ന് പറഞ്ഞതുപോലെ സൈപ്രസ് കിട്ടുമോ എന്ന് ചോദിക്കുന്നു. സൈപ്രസ് കിട്ടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ സൈപ്രസ് പറ്റില്ല. അപ്പോൾ സിനായി കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സിനായി കിട്ടുന്നില്ല. അപ്പോൾ ബ്രിട്ടൻ അന്ന് അങ്ങോട്ടൊരു പ്ലാൻ വെച്ചിട്ടുണ്ട്, അത് ഉഗാണ്ടൻ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു രാഷ്ട്രം ഉഗാണ്ടയിൽ ഉണ്ടാക്കിക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഉഗാണ്ടയിൽ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അവിടുത്തെ വൈറ്റ് സെറ്റിലേഴ്സ് എതിർത്തു, ഇവർ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. ആന്റി സെമിറ്റിസം അത്ര പ്രിവേലന്റ് ആയിരുന്നു എന്ന് ഓർക്കണം. അങ്ങനെ അർജന്റീനയിലും സൈപ്രസിലും ഉഗാണ്ടയിലും സിനായിലും ഒന്നും നടക്കാതെ പോയ ഒരു പ്ലാനാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അതിന് വലിയ ചരിത്രമുണ്ട്. ടൈം ഔട്ട് ആയതുകൊണ്ട് അടുത്ത ഊഴത്തിൽ പറയാം. താങ്ക് യു. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അത് കൃത്യമായിട്ട് ഇസ്ലാമിക് സിവിലൈസേഷനിൽ എന്ത് സംഭവിച്ചു എന്നുള്ള അടക്കം അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനിടയിൽ അഭിലാഷ് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്.
യൂറോപ്യൻസ് ചെയ്ത തെറ്റിന് ഫലസ്തീനികളാണോ പിഴ എടുക്കേണ്ടത് എന്നുള്ളത് അതിന് വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് നമ്മുടെ എസൻസുകാരൻ. അത് കേൾക്കാം. ഇനി യൂറോപ്പിൻ്റെ തെറ്റിന് പാലസ്തീനാണോ പിഴ കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. യൂറോപ്പിൻ്റെ തെറ്റ് അറിയില്ല, പിന്നെ എന്ത് പിഴയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ പാലസ്തീനികൾക്ക് എന്തെങ്കിലും പിഴ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അതെന്താണ് കാരണം എനിക്കൊന്നും വ്യക്തമായില്ല. അടുത്ത തവണ അദ്ദേഹം പറയണം എന്ന് കരുതുന്നു. ഇനി ഇത് വ്യക്തമാകുന്ന ഒരു വിഷയമല്ല. കാരണം ഈ കണ്ണടച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും കാര്യങ്ങൾ മനസ്സിലായില്ല. ഇത്രയും വലിയ വംശഹത്യ നടന്നിട്ട് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല പലസ്തീനികൾ എന്ത് പിഴയാണ് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. 1990 മുതൽ അല്ലെങ്കിൽ 1948 മുതൽ കോർഡിനേറ്റഡ് ആയിട്ട് അവിടെ നക്കബ നടക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ വീട് നഷ്ടപ്പെടുന്നു, അവിടുന്ന് ആട്ടിയോടിക്കപ്പെടുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു, പിന്നെ കുട്ടികൾ കൊല്ലപ്പെടുന്നു, പട്ടിണിക്കിടുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് മൂപ്പർക്ക് മനസ്സിലാകുന്ന ഫലസ്തീനികൾ എന്ത് പിഴയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ്. നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. അതെ, നിഷ്കളങ്കത ഇങ്ങനെ തുളുമ്പാണ്. മാത്രല്ല അഭിലാഷ് പട്ടിണിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് പട്ടിണി എന്ന് പറഞ്ഞാൽ 1-2 ആൾക്കാരല്ല, ആയിരക്കണക്കിന് ആളുകളാണ് എന്ത് ചെയ്യുന്നത് പട്ടിണി കിടന്ന് മരിക്കുന്നതും ഈ എയ്ഡ് സെന്ററുകളിലേക്ക് പോയി അവിടുന്ന് ഷൂട്ട് ചെയ്ത് മരിക്കുന്നൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ്. ഇയാൾ ചെയ്യുന്നൊരു കാരണം എന്താ വെച്ചാല് ഇതിൽ ഒരു കേസ് എടുത്ത് എന്നിട്ട് ഒരു പട്ടിണി പഠനം ഫേക്കാണ് ആയിക്കോട്ടെ, നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു പട്ടിണി പഠനം ഫേക്കാണെങ്കിൽ ബാക്കി 999 ഇത്രേ ഉള്ളൂ. ഇത് ഒറ്റൊന്ന് മാത്രം എടുത്തിട്ട് ഇത് ഫേക്കാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇയാൾ നടത്തുകയാണ്. ഒന്നുമില്ല, നമുക്ക് ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇത് ഇസ്രായേലിനെ ന്യായീകരിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. 60,000-ലധികം ആളുകൾ, അത് ഡെഡ് ബോഡി കിട്ടിയ ആളുകൾ മാത്രമാണ്, അതിനപ്പുറത്ത് എന്തായാലും ഉണ്ട്, അത്രയും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനിപ്പോ ഒരു 20,000 ആൾക്കാർ ഹമാസ് ആണെന്ന് വിചാരിച്ചോളാം, ബാക്കിയുള്ള ആളുകളോ 10,000-കണക്കിന് കുട്ടികളാണ്, ഒരു 18,000-ഓ 20,000-ഓ കുട്ടികളാണ്. അപ്പൊ അവരൊന്നും ഒരിക്കലും ഹമാസ് ആവില്ലല്ലോ. ഈ മുലകൊടി മാറാത്ത കുട്ടികൾ തന്നെ 10,000-ഓളം ആളുകളുണ്ട്. അവരെങ്ങനെയാണ് ഹമാസ് ആവുക? അപ്പൊ അത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഇത്രയേറെ മാനവിക വിരുദ്ധമായിക്കൊണ്ട് ന്യായീകരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് ഭക്ഷണം ഒന്നും കിട്ടുന്നില്ലല്ലോ, പിന്നെ ഇവര് പട്ടിണി എടുക്കാന്നുള്ളതല്ലേ ഏറ്റവും വിശ്വസനീയമായ കൺക്ലൂഷൻ. മാത്രമല്ല, ഇവർക്ക് അയച്ചിരുന്ന എയ്ഡുകൾ മുഴുവൻ അവിടുത്തെ സെറ്റിലേഴ്സ് തടയാണ്, ഇസ്രായേലി സിറ്റിസൺസ് തടയാണ്. അതിന്റെ വീഡിയോസ് ഇസ്രായേലിസ് ഒരു ഉളുപ്പില്ലാതെ പുറത്തുവിടുന്നുണ്ട്. ഇവർക്ക് അതൊന്നും കണ്ടിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇത് കാരണം ഒരു ഇത് മാനവികതയും മനുഷ്യത്വവും ഒന്നുമല്ല, ഒരു കുന്തോ അല്ല. ഇത് കൃത്യമായ മതം ഉപേക്ഷിക്കുമ്പോൾ മനുഷ്യനാകുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ ഏതായാലും ആ ഒരു ഫേക്ക് ആക്കാൻ നോക്കുന്ന ഒരു പണി നടക്കുന്നുണ്ട്. അതൊന്ന് ആദ്യം കാണാം. ഫോട്ടോകൾ, പിന്നെ അത് വീഡിയോ ഷൂട്ടുകൾ ചെയ്യുന്നു. പിന്നെ ഈ പട്ടിണി മരണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നിരുന്നതാണ്. പട്ടിണി മരണം എന്ന് പറഞ്ഞിട്ട് 2-3 ഫോട്ടോകൾ വന്നിരുന്നു. അതിലൊരു ഫോട്ടോ ഇപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞതാണ്, മുഹമ്മദ് ഹനീഫ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ കാര്യം. അത് ഇന്നലത്തെ പത്രത്തിൽ അവർ തന്നെ ന്യൂയോർക്ക് ടൈംസ് തിരുത്തി വാർത്ത കൊടുത്തിരുന്നു, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ആ കുട്ടി. ഒന്നാമത് അഭിലാഷ് ന്യൂയോർക്ക് ടൈംസ് അല്ല പറഞ്ഞത്. അപ്പൊ അത് ഉപ്പര് പഠിച്ചൊരു വാട്സപ്പിൽ കിട്ടിയൊരു സാധനം ഉണ്ട്, ന്യൂയോർക്ക് ടൈംസ് ഏതോ ഒരു കാര്യം തിരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതായിട്ട് ചാമ്പാണ്. എന്നാലും അഭിലാഷ് വരുന്നുണ്ട്. പട്ടിണിയുടെ പ്രശ്നമല്ല, അതിന് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗവും പിന്നെ ഹൈപ്പോക്സിയയും കൂടെ വന്നിരിക്കുന്നുമുണ്ട്. അതിന് തന്നിരിക്കുന്ന രോഗാവസ്ഥയാണ്, അത് ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാണ് വാർത്ത കൊടുത്തതെന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കണ്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ തെളിവായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണേൽ കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. പട്ടിണി മരണം മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്തു. കാരണം ഒരാള് പട്ടിണി കടന്നിട്ടല്ല മരിച്ചത്, ഒരു കുട്ടി പട്ടിണി കടന്നിട്ടല്ല, സെറിബ്രൽ പാൾസി കാരണമാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിനുള്ള മറുപടി ഉദ്ധരിച്ചത് WHO, യുണിസെഫ്, ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഏജൻസി തുടങ്ങിയ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസികളെയും ലോകത്തെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള വെസ്റ്റേൺ മീഡിയയുമാണ്. അത് ഇപ്പോൾ 18,500 കുഞ്ഞുങ്ങൾ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന് വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് തിരുത്തിയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഗാസയിലെ മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളുടെയും സർനെയിമായിട്ട് മുഹമ്മദ് വരും. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്നത് ജനിതക വൈകല്യം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ മുഹമ്മദുമാരുടെയും എന്ന് വിചാരിക്കേണ്ട. ഞാൻ ഉദ്ധരിച്ച പേര് കൃത്യമായി വെസ്റ്റേൺ മീഡിയ റിപ്പോർട്ട് ചെയ്തത് വെരിഫൈ ചെയ്ത് തന്നെയാണ്. അഹമ്മദ് അൽ റീനി എന്ന BBC-യുടെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യത്തിലുള്ള മുഹമ്മദിനെയാണ് ഞാൻ പറഞ്ഞത്. ആ വാർത്ത BBC-യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ വാഷിംഗ്ടൺ പോസ്റ്റ് വായിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ആണല്ലോ, ഷിക്കാഗോ ആണല്ലോ. വാഷിംഗ്ടൺ പോസ്റ്റ്: some were killed in their beds, others while playing. Many were buried before they learned to walk. At least 18,500 Palestinian children have been killed in Israel's war in Gaza. Gaza is the most dangerous place in the world to be child, according to the United Nations Children Fund, UNICEF. യുണിസെഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ ഐക്യരാഷ്ട്രസഭയിൽ
പറഞ്ഞ കാര്യമാണ്. അപ്പോൾ യുണിസെഫും WHO-യും ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ടോമിയുടെയും RC-യുടെയും ആരിഫ് ഹുസൈൻ്റെയും വാട്സാപ്പിൽ വന്നില്ലെങ്കിൽ എനിക്കതിന് ഉത്തരവാദിത്വമില്ല. ലോകം കാണുന്ന കാര്യമാണിത്. ഇത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ BBC, AFP, AP, ലോകത്ത് ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗാർഡിയൻ അടക്കമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഉദ്ധരിച്ച ഓരോ വാർത്തയും, ഓരോ മരണവും, ഓരോ ക്രൂരകൃത്യവും തെളിവുകളോടെയാണ്. അത് എവിടെയും ഒരു മാധ്യമവും എവിടെയും തിരുത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞ മുഹമ്മദ് BBC-യുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പോയാൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം. അതിൽ ആ ഫോട്ടോഗ്രാഫർ തന്നെ വിവരിക്കുന്നുണ്ട്. ഐ വാണ്ടഡ് ടു ഷോ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ദ എക്സ്ട്രീം ഹങ്കർ ദാറ്റ് ബേബീസ് ആൻഡ് ചിൽഡ്രൻ ആർ സഫറിംഗ് ഫ്രം ഇൻ ദ ഗാസ സ്ട്രിപ്പ്. ഇനി എയ്ഡ് സെന്ററിൽ കൊലപാതകം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം ഏതോ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. മാസ് സ്റ്റാർവേഷൻ സ്പ്രെഡിങ് അക്രോസ് ഗാസ വാണ്ട്സ് മോർ ദാൻ 100 NGOs. AFP-യുടെ റിപ്പോർട്ടാണ്. ഈ മോർ ദാൻ 100 NGOs എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, സേവ് ചിൽഡ്രൻ, ഓക്സ്ഫാം അടക്കം. നിങ്ങൾ ഈ ഒരു പാശ്ചാത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ NGO-കളുടെ അല്ലെങ്കിൽ ഈ ഏജൻസികളുടെ ക്രെഡിബിലിറ്റി എന്ത് എന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് സമയം കളയുന്നില്ല. ഒറ്റ ഒരു വാർത്താ റിപ്പോർട്ട് കൂടി ഉദ്ധരിക്കാം. ഇതൊന്നും അറബ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടല്ല. UN records more than 600 killings near aid centers, humanitarian convoys in Gaza. ഇതും അസോസിയേറ്റഡ് പ്രസിന്റെ AP-യുടെ റിപ്പോർട്ടാണ്. AP കൃത്യമായും UN ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിലെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ രവീണ ഷംദസാനിയാണ് ഈ പ്രതികരണം UN-ൽ തന്നെ നടത്തിയിരിക്കുന്നത്. ആ UN ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. The UN Human Rights Office says it has recorded. വേറെ ആരുമല്ല, മാധ്യമങ്ങളല്ല. UN Human Rights Office തന്നെ റെക്കോർഡ് ചെയ്തിരിക്കുന്നു 613 killings in Gaza near humanitarian convoys and as Palestinians try to reach aid at distribution points run by Israeli-backed American organization since it first began operation in late May. ഇത് കുറച്ച് ദിവസം പഴക്കമുള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ടാണ് 613 എന്ന സംഖ്യ വന്നത്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസാണ് ഈ ക്യൂ നിൽക്കുന്ന, പട്ടിണി കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ കൊന്നുകളയാണ്, വെടിവെച്ച് കൊല്ലുകയാണ്, ബോംബിട്ട് കൊല്ലുകയാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, പത്രങ്ങളല്ല. അപ്പോൾ UN ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ്, UNRWA, WHO, യുണിസെഫ്, ഇനി ആര് പറഞ്ഞാൽ ടോമി വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ സത്യങ്ങളാണ്. നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന സത്യങ്ങളെ പരിഹസിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വസ്തുതയായി നിൽക്കും. ഇനി അപ്പോ ഈ രൂപത്തിലാണ് ഇങ്ങനെ പോകുന്നത്. എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഫാക്ട് കൊടുത്തോണ്ടൊന്നും ഇവർക്ക് ഇത് ഈ ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ബാധിക്കാൻ സാധ്യതയില്ല. കാരണം അവർക്ക് ആളുകൾ കൊല്ലപ്പെട്ടോ ഇല്ലേ, അല്ലെങ്കിൽ കുട്ടികൾ സ്റ്റാവ് ചെയ്യപ്പെട്ടോ ഇല്ലേ, എയ്ഡ് സെന്ററുകളിൽ അത് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഉണ്ട്, അത്രേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവരെ നയിക്കുന്നത് പച്ചയായ ഒരു മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന ഒരു വംശീയ മനസ്സാണ്. അതല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ക്രൂരതകൾ എങ്ങനെയാണ് ഇവർക്ക് ന്യായീകരിക്കാൻ പറ്റുക? അതിനുവേണ്ടി സംവാദത്തിന് പോകുന്ന ആലോചിച്ച് നോക്കുക. ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഗോളുകൾ കൊണ്ടോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഫലസ്തീന്റെ ഭാഗത്തില്ല എന്ന് പറയുന്നതിനപ്പുറത്ത് ഇസ്രായേൽ ഒരു വംശഹത്യ ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി സംവാദത്തിന് പോകുന്ന ഒരു അവസ്ഥ, അത് കൃത്യമായി തന്നെ ഇവരുടെയൊക്കെ ഒരു മാനസിക നിലയെ സൂചിപ്പിക്കുന്നുണ്ടാണെന്നുള്ളതാണ് പറയാനുള്ളത്. അതില് ഇപ്പൊ ഇവര് ഈ മതം വിട്ടിട്ട് മനുഷ്യരാകുക എന്ന് പറയുമ്പോ എന്താണ് സംഭവിക്കുക? മതം വിട്ടാല് നമുക്കൊരു ഫ്രെയിം വർക്കും ഇല്ലെങ്കിൽ, ധാർമ്മികതയ്ക്ക് ഒരു ഫ്രെയിം വർക്കും ഇല്ലെങ്കിൽ എന്താകും എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മൂപ്പരുടെ ആ സംസാരം. ഈ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവെ പറയാറുണ്ട് ഈ നല്ലവരാകാൻ മതം വേണ്ടെന്നൊക്കെ. പക്ഷെ ശരിയാണ്, പിന്നെ മനുഷ്യരിൽ ഒരു ഫിത്ര ഉണ്ട്, നന്മ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അല്ലാത്തവരും ഇപ്പം ഇവിടെ സംവാദം നടത്തിയിട്ടുള്ള അഭിലാഷാണ്. അദ്ദേഹം ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അടക്കം അതിനു വേണ്ടി സംസാരിക്കണം. അപ്പോൾ ഫിത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നന്മ എല്ലാവരുടെയും. പക്ഷെ ഒരാള് ഇങ്ങനെ ആവാൻ തീരുമാനിച്ചാൽ, എസൻസിനെ പോലെ ആവാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഈ സ്വയം പ്രഖ്യാപിത നുണയനെ പോലെയോ രവീന്ദ്രനെ പോലെയൊക്കെ ആവാൻ തീരുമാനിച്ചാൽ, വംശഹത്യ ന്യായീകരിക്കാൻ തീരുമാനിച്ചാൽ, അത് പാടില്ല എന്ന് പറഞ്ഞ് അതിനെ തടയാൻ ഈ നാസ്തികതയ്ക്ക് ഒരു മാനദണ്ഡവും ഇല്ല. അതുകൊണ്ടാണ് എസൻസാരി ഇങ്ങനെ ആയി പോകുന്നത്. അപ്പം എന്താണ് മതരാഹിത്യത്തിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നവനാസ്തികതയുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അതിന്റെ ഏറ്റവും നല്ല ഒരു ലിവിങ് എക്സാമ്പിൾ ആയിട്ട്
ഈ എസൻസുകാരും ഈ ഇസ്രായേൽ പ്രേമികളും ഇവിടെ ഉണ്ട് എന്നുള്ളത് ആളുകൾക്കൊരു ദൃഷ്ടാന്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇങ്ങനെയാണ് ഈ സംവാദത്തിന്റെ ബാക്കി ഭാഗങ്ങളിലും ഒക്കെ ഏകദേശം ഒരു പൊതുവായിട്ടുള്ളൊരു അനാലിസിസ് ആണ് നടത്തിയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു പൊതുവായ ഒരു രൂപം. കൃത്യമായി വംശഹത്യയെ ന്യായീകരിക്കാൻ വേണ്ടി യാതൊരു നമ്മൾ ഈ പറഞ്ഞ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഇല്ലാത്ത രൂപത്തിൽ ന്യായീകരിക്കുകയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള വന്നിട്ടുള്ള തള്ളുകയൊക്കെ ചെയ്യാണ്. പക്ഷെ അത് അപ്പുറത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി ആയിപ്പോയി അഭിലാഷ് കൃത്യമായി ഫാക്ച്വലി തന്നെ അതിനെ തുറന്നു കാട്ടി എന്നുള്ളതാണ് ഈ ഒരു സംവാദത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള സംവാദങ്ങളും ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സുകളും ഈ നവനാസ്തികരായ ആളുകളുടെ മനോനിലയെ കുറച്ചും കൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നതാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു അനാലിസിസ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകളും തുടർ ചർച്ചകളൊക്കെ തുടർന്ന് നടത്താം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ആഗ്രഹിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.